തിരുവനന്തപുരം നഗരത്തിൽ വെള്ളക്കെട്ട്. എറണാകുളത്ത് വ്യാപക നാശനഷ്ടങ്ങൾ. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ ഓറഞ്ച് അലർട്ട്. കാലവർഷം നാളെ എത്തിയേക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. വീണ വിജയനെതിരെ വീണ്ടും ഷോൺ ജോർജ്. എക്സാലോജിക്കിന് വിദേശ അക്കൗണ്ടുകളെന്ന ആരോപണം. അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിലെ അക്കൗണ്ടിലേക്ക് SNC ലാവനിൽ നിന്നും PWCയിൽ നിന്നും പണമെത്തി. അക്കൗണ്ടിൽ നിന്ന് അമേരിക്കയിലേക്കും പണമിടപാടെന്ന് ഷോൺ. കോടികളുടെ പണമിടപാടിൽ ഇവിടെ നടന്നിട്ടുള്ള കരിമണൽ കടത്തുമായും അതുപോലെ തന്നെ മാസപ്പടിയുമായും ബന്ധമുണ്ട് എന്ന് ഞാൻ ഉറച്ചു സംശയിക്കുന്നു. വിവിധ കമ്പനികളിൽ നിന്നാണ് ആ അക്കൗണ്ടിലേക്ക് പൈസ വന്നിട്ടുള്ളത്. രാജ്യസഭാ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഘടകകക്ഷികളുമായി ചർച്ചയ്ക്ക് CPM. കേരള കോൺഗ്രസിനെ കൂടാതെ RJDയെയും NCPയെയും അനുനയിപ്പിക്കും. സീറ്റ് വേണമെന്ന നിലപാട് മാറ്റാതെ കേരള കോൺഗ്രസ്. സംസ്ഥാന കോൺഗ്രസിൽ ചേരിപ്പോര് തുടരുന്നു. സതീശന്റെ വിശ്വസ്തനായ KSU പ്രസിഡന്റിനെ മാറ്റാൻ K സുധാകരൻ ഹൈക്കമാൻഡിനെ സമീപിക്കും. തടുക്കാൻ സതീശനെ അനുകൂലിക്കുന്നവർ. UDF ഏകോപന സമിതിയിലേക്ക് ക്ഷണിക്കാത്തതിൽ ചെന്നിത്തലയ്ക്ക് അമർഷം. വിഷു ബമ്പർ ഒന്നാം സമ്മാനം ആലപ്പുഴയിൽ 12 കോടി. VC 490987 എന്ന നമ്പറിന്. രണ്ടാം സമ്മാനം 1 കോടി വീതം 6 പേർക്ക്. ഓടിക്കൊണ്ടിരുന്ന KSRTC ബസിൽ യുവതിക്ക് സുഖപ്രസവം. പ്രസവം നടന്നത് ഡോക്ടറിന്റെയും നഴ്സിന്റെയും സാന്നിധ്യത്തിൽ. അമ്മയും കുഞ്ഞും സുരക്ഷിതർ. വീട്ടമ്മയുടെ മരണത്തിന് പിന്നാലെ ഉണർന്ന് തൃശൂർ കോർപ്പറേഷൻ ഭക്ഷ്യ സുരക്ഷാ ഉദ്യോഗസ്ഥർ. 10 ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി പിഴയിട്ടു. വലിപ്പച്ചെറുപ്പമില്ലാതെ ഹോട്ടലുകളിൽ പരിശോധന നടത്തുമെന്ന് തൃശൂർ മേയർ. കേജ്രിവാളിന് ആശ്വാസമില്ല. 2-ാം തീയതി തന്നെ ജയിലിലേക്ക് മടങ്ങണം. ജാമ്യം നീട്ടണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളി. മോദി ധ്യാനത്തിനായി നാളെ കന്യാകുമാരിയിൽ. 7ാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം നാളെ സമാപിക്കും. ആവേശം വിനയായി. അമ്പാൻ മോഡലിൽ കാറിൽ നീന്തൽക്കുളം ഒരുക്കിയ യൂട്യൂബർക്കെതിരെ നടപടി. സഞ്ജു ടെക്കിയുടെയും ഡ്രൈവറുടെയും ലൈസൻസ് റദ്ദാക്കി. വാഹനത്തിൽ വെള്ളം നിറച്ച് അപകടകരമായ രീതിയിൽ ഓടിച്ചതിന് എൻഫോഴ്സ്മെന്റ് RTOയുടെ കേസ്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ശക്തമായ മഴ. തിരുവനന്തപുരം നഗരത്തിലെ വിവിധയിടങ്ങളിൽ വെള്ളം കയറി. എറണാകുളത്തും മഴ ശക്തമാണ്. മൂലേപ്പാടത്തും തമ്മനം ശാന്തിപുരം കോളനിയിലും വെള്ളം കയറി. കാക്കനാട് പടമുകളിൽ വീടിന്റെ ചുറ്റുമതിലിടിഞ്ഞ് കുളത്തിലേക്ക് വീണു. വീട്ടുമുറ്റത്തുണ്ടായിരുന്ന കാറും കുളത്തിലേക്ക് വീണു. പുത്തൻകുരിശ്, കോലഞ്ചേരി ഭാഗങ്ങളിലും കനത്ത മഴയാണ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ ഓറഞ്ച് അലർട്ടാണ്. മറ്റു ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. സംസ്ഥാനത്ത് 34 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. വിവിധയിടങ്ങളിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് VV വിനോദും VV അരുണും, കൊച്ചിയിൽ നിന്ന് നവമി, കോട്ടയത്ത് നിന്ന് G ശ്രീജിത്ത്, ഒപ്പം ഡെസ്കിൽ നിന്ന് ഷംനയും ചേരുന്നു. ആദ്യം വിനോദിലേക്ക്. വിനോദ്, നേരത്തെ തന്നെ റോഡ് നിർമ്മാണം ഒരു വശത്ത് നിൽക്കുക, അത് നിൽക്കുന്ന സമയത്ത് വരുന്ന ശക്തമാകുന്ന വേനൽ മഴ വലിയ രീതിയിലേക്ക് വെള്ളക്കെട്ടിലേക്ക് നഗരം മാറിയിട്ട് സമയമായിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അതേത് തരത്തിലാണ് വെള്ളക്കെട്ട് ജനജീവിതത്തെ ബാധിക്കുന്നത്? വരും ദിവസങ്ങളിൽ ഈ അവസ്ഥയിലാണെങ്കിൽ അത് എത്രത്തോളം മോശമാകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്? അപർണ, നമ്മളിപ്പോൾ തിരുവനന്തപുരം പഴവങ്ങാടിയിലാണുള്ളത്. പഴവങ്ങാടിയിൽ സെൻട്രൽ തിയേറ്റർ റോഡ് നമുക്ക് കാണാം. ഇവിടെ ഈ ഡ്രെയിനേജ് പോകുന്നത് ആമേഴഞ്ചൻ തോടിൻ്റെ ഭാഗമാണ്. തമ്പാനൂരിൽ പ്രധാനമായും ഇവിടെ നിന്നാണ് ഈ റെയിൽവേയുടെ ഭൂമിയിൽ ആ ഭാഗത്തു നിന്നാണ് ഇത് തുടങ്ങുന്നത്. ഇതിങ്ങനെ നഗര ഹൃദയത്തിലൂടെ ഒഴുകിപ്പോകുന്നതാണ്. ഇന്ന് സംഭവിച്ചത് കനത്ത മഴ അനുഭവപ്പെട്ടു. അതോടൊപ്പം തന്നെ ഇവിടുത്തെ വേലിക്കെട്ടിൻ്റെ ഒരു ഭാഗത്ത് അതിൻ്റെ പൊളിച്ചു മാറ്റി നവീകരിക്കുന്നതിനിടയിൽ ഒരു ഭാഗം ഇടിഞ്ഞു വീഴുകയായിരുന്നു. മാത്രവുമല്ല, ജലനിരപ്പ് ഉയർന്നതോടുകൂടി ഈ റോഡിൽ നിന്ന് ഈ ഓടയിലേക്ക് അല്ലെങ്കിൽ ഈ തോട്ടിലേക്ക് വെള്ളം ഒഴുകിപ്പോകുന്ന ഓവുകളുണ്ട്. ഈ ഓവുകളിലൂടെ തിരികെ വെള്ളം കയറി ഇവിടുത്തെ സ്ഥാപനങ്ങളിലെല്ലാം ചെളി നിറയുന്ന ഒരു കാഴ്ചയായിരുന്നു. ഏതാണ്ട് ഒരു അരമണിക്കൂർ മുമ്പ് വരെ നമ്മൾ ഈ കാണുന്നത് ഒരു ചെരുപ്പ് കടയാണ്. അങ്ങനെ നിരവധി കടകളുണ്ട്. ഈ കടകൾക്കുള്ളിലെല്ലാം ചെളി കയറി ഇതിനകത്ത്
ആളുകൾക്ക് കയറാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സാഹചര്യമായിരുന്നു. ഇപ്പോഴും ഇവിടുത്തെ വ്യാപാരികൾ അവരുടെ കടകൾ കയറിയ ചെളി കഴുകിക്കളയുന്ന ഒരു ശ്രമത്തിലാണ്. കഴുകിക്കളഞ്ഞ് അവർ ഏറെ നേരമായി ഇവിടെ നിന്ന് ഈ ചെളി മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമം നടത്തുകയാണ്. ചേട്ടാ, ഇത് എല്ലാ മഴക്കാലത്തും ഇത് വരുന്നതാണോ? ഇതൊരു പരിഹാരമില്ലാത്ത പ്രശ്നമായി തുടരുകയാണ്. ഇതിന് ഒട്ടും പരിഹാരമില്ലാത്ത പ്രശ്നമായിട്ട് വളരെ വർഷങ്ങളുകൊണ്ട് തുടങ്ങുന്നുണ്ട്. എങ്കിലും ഇതൊക്കെ ആണെങ്കിൽ ഒരു പൂർവ്വകാല ശുചീകരണമൊക്കെ ഒരുവിധം ഭംഗിയായിട്ട് ചെയ്തിരുന്നെങ്കിൽ പോലും ഇത്രയും കൂടത്തില്ല. ഇപ്രാവശ്യം യാതൊരു വക ചെയ്തതുമില്ല. അതുകൊണ്ട് അത് കഴിഞ്ഞ് റോഡ് പൊക്കുകയും കൂടി ചെയ്തു. റോഡ് പൊക്കിയപ്പോഴത്തേക്ക് അവിടെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഡയറക്റ്റായിട്ട് വെള്ളം കടയ്ക്കകത്ത് മുമ്പത്തേക്കാളും ഭയങ്കരമായ രീതിക്ക് വെള്ളം കയറുന്നത്. ഇത് ഈ സീസണിൽ 3ാമത്തെ പ്രാവശ്യമാണ് നമ്മുടെ ഈ കിടന്ന് ക്ലീൻ ചെയ്യുന്നത്. നമ്മൾ ഈ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തായിരിക്കുമല്ലോ. ഇതിപ്പോൾ ഒരു ചെരുപ്പ് കടയാണ്, നഗരത്തിലുള്ളൊരു കടയാണ്, വലിയ പൈസ ഇൻവെസ്റ്റ്മെന്റ് വേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ ഇതിങ്ങനെ നഷ്ടമല്ലേ? അല്ലോ, നമുക്ക് എല്ലാ വർഷവും എല്ലാ മഴയത്തും തന്നെ വൻപിച്ച നഷ്ടമാണ് പറഞ്ഞത്. കാരണം ലെതർ സാധനങ്ങൾ വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. തുണിയൊക്കെ ആണെങ്കിലും കഴുകിയെങ്കിലും ഉണക്കാമെന്ന് പറയാം, മറ്റേ സെക്കൻഡ് ഹാൻഡ് വിലക്കെങ്കിലും കൊടുക്കാം. ചെരുപ്പ് എന്ന് പറയുമ്പോൾ അതല്ല. അതുപോലെ ഇപ്പോൾ ക്യാൻവാസ് ഷൂസുകളൊക്കെ നനഞ്ഞ് ഇപ്പോൾ വൃത്തിയുള്ള സാധനത്തിൽ ഒരു തുള്ളി ചെളി അടിച്ചു കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് എടുത്ത് കളയാനേ പറ്റുള്ളൂ. കഴുകാനോ ഒന്നിനും പറ്റില്ല. ലക്ഷക്കണക്കിന് രൂപയുടെ കട വാടകയ്ക്കാണ്. മറ്റു മാർഗ്ഗമില്ലാത്തതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത്. വർഷങ്ങളുകൊണ്ട് ഈ അവസ്ഥ വളരെ ദയനീയമായിട്ട് നമ്മുടെ ജനപ്രതിനിധികൾ, നഗരസഭ അവരുടെയൊക്കെ ശ്രദ്ധയിൽ ഇത് പെടുന്ന കാര്യമാണ്. നമ്മൾ എല്ലാ വർഷവും നമ്മളിത് ഇവിടെ നമ്മുടെ കണ്ണീരും കിനാവുമായിട്ട് ജീവിക്കുകയാണ്. എല്ലാവർക്കും അറിയാം. ഇതൊരു പരിഹാരം, ശാശ്വതമായിട്ടുള്ള പരിഹാരം എന്തുകൊണ്ടാണ് വരാത്തതെന്ന് നമുക്ക് വളരെ താൽക്കാലികമായി ഇതിന്റെ ആഴം കൂട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകും. ഇത് സ്വാഭാവികമായിട്ടും ഇത് ഒരുപാട് ആഴമുള്ളതാണ്. ഓരോ മഴയത്തും വെള്ളം വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ആഴം കുറയും, മണ്ണ് വന്നടിയും. ഇവർ ചെയ്യുന്ന പരിപാടി എന്നാൽ പുറത്തുള്ള ചവറിനെ എടുത്തിട്ട് പിന്നെ ഒന്ന് ചെളി കലക്കി വിടും. അതിലുകൊണ്ട് കാര്യമില്ല. കാരണം അടിയിലുള്ള മണ്ണ് മാറ്റിയാലേ പറ്റൂ. മണ്ണ് മാറ്റിയാൽ തീർച്ചയായിട്ടും വെള്ളം കുറേ കൂടി ഉൾക്കൊള്ളാനുള്ള മാർഗ്ഗമുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു സമാന്തരമായിട്ടൊരു തോടെന്തെങ്കിലും വെട്ടിയേ പറ്റുള്ളൂ. കാരണം മുമ്പ് വെള്ളം ഒഴുകി പോകാനുണ്ടായിരുന്ന സ്ഥലങ്ങൾ കംപ്ലീറ്റ് അവിടെ വീടായി മറ്റു കാര്യങ്ങളായി. അപ്പം ഈ വെള്ളത്തിന് സ്വാഭാവിക വെള്ളത്തിന് പോകാനുള്ള സ്ഥലമില്ല. അപ്പോൾ അതിന് പരിഹാരം എന്ന് പറയുമ്പോൾ ഇത് വൃത്തിയാക്കുന്നതിനോടൊപ്പം തന്നെ ഇതിൽ നിന്നില്ല എന്നുണ്ടെങ്കിൽ അവർ സമാന്തരമായിട്ടൊരു തോടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എന്തുകൊണ്ടോ അവരൊക്കെ അതിന് താല്പര്യമില്ല. ഇനിയിപ്പോൾ എന്താണ് കാരണമെന്ന് നമ്മൾ പറയുന്നു. ഓപ്പറേഷൻ അനന്തയൊക്കെ വന്നിട്ടും അങ്ങനെ ഒരു കാര്യമായ ഗുണം ഉണ്ടായില്ല. അല്ല, ഓപ്പറേഷൻ അനന്ത അവർ വളരെ ആത്മാർത്ഥമായിട്ടാണ് തുടങ്ങിയത്. പക്ഷേ വലിയ ആൾക്കാരുടെ സ്ഥലങ്ങളിലോട്ട് പോയപ്പോഴത്തെ ഓപ്പറേഷൻ അനന്ത പകുതി വെച്ച് തന്നെ നിന്നു. ഒരു പക്ഷേ അത് പൂർണ്ണതയിൽ എത്തിയിരുന്നെങ്കിൽ ഒരു ചെറിയൊരു പരിഹാരമെങ്കിലും കിട്ടിയേനെ. ശാശ്വതമായിട്ടല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടിയേനെ. ഇതിപ്പോൾ ഓപ്പറേഷൻ അനന്തയെല്ലാം അവർ ആ വഴിയിൽ ഇട്ടിട്ട് പോയി. അതൊക്കെ വേസ്റ്റായിരുന്നു. ഇനി ഇപ്രാവശ്യം എന്തോ ഒരു പുതിയ ഫണ്ടൊക്കെ വന്നു നമ്മുടെ ടി വിയിൽ വാർത്തകളിലൊക്കെ കേൾക്കുന്നുണ്ട്. കേന്ദ്ര ഫണ്ടും കേന്ദ്രത്തിൻ്റെ 150 കോടിയും സംസ്ഥാനത്തിൻ്റെ 50 കോടി, 200 കോടി. അപ്പോൾ 200 കോടി എന്ന് പറഞ്ഞാൽ വലിയൊരു ഹ്യൂജ് എമൗണ്ടാണ്. അപ്പോൾ ഈ ഹ്യൂജ് എമൗണ്ട് എന്ത് ചെയ്യണമെന്ന് നമ്മൾ അതിൽ തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം ഉണ്ടാവും. സ്വപ്നം കാണണം. സ്വപ്നം കാണാനേ നമുക്ക് അവകാശമുള്ളൂ. അത് തന്നെയാണ് ആ ഒരു വേദനയാണ്. കാരണം ഈ നഗരത്തിൽ വലിയ വാടക കൊടുത്ത് സ്ഥാപനങ്ങൾ നടത്തുന്ന ആൾക്കാരാണ്. അവരുടെ സംരംഭത്തിന് വേണ്ടി വലിയ തുക ചെലവഴിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഇനിയിപ്പോൾ ഈ കാലവർഷത്തിൻ്റെ തുടക്കമായി. ഇനി വരും ദിവസങ്ങളിലെല്ലാം ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അറിയിപ്പായുള്ളത്. അത് തന്നെ ഇവരെ സംബന്ധിച്ച് അത് നെഞ്ചെടുപ്പ് കൂട്ടുന്നതാണ്. കാരണം ഓരോ മഴക്കാലത്തും ഈ സീസൺ അടുത്തടുത്തുള്ള ഈ 3 മഴക്കാലത്തും ഇവിടെ വെള്ളം കയറിയെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ജില്ലയെ സംബന്ധിച്ച് അപർണ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ശക്തമായ മഴ അനുഭവപ്പെടുന്നു. അത് മലയോര മേഖലയിലും നഗരപ്രദേശങ്ങളിലും തീരദേശത്തും അടക്കം ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. അരുവിക്കര ഡാം 190 സെൻറ്റിമീറ്റർ ഉയർത്തിയിട്ടുണ്ട്. കൃഷിയിടങ്ങളിൽ വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വെള്ളം കയറിയില്ല എന്ന് പറഞ്ഞിരുന്ന കണ്ണമൂല തോട് ഉൾപ്പെടെ വി അരുൺ നമ്മുടെ പ്രതിനിധി അവിടെ ഉണ്ടെന്ന് കരുതുന്നു. കണ്ണമൂലിൽ ഉൾപ്പെടെ പല പ്രദേശങ്ങളിൽ വെള്ളം കയറി, ജ്യോതിഷവട്ടത്ത് വെള്ളം കയറി, ജഗതിയിൽ വെള്ളം കയറി, ചാലയിൽ വെള്ളം കയറി. അങ്ങനെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളം കയറിയില്ല. ശുചീകരണ പ്രവർത്തനങ്ങൾ ഒരു പരിധിവരെ വിജയം കണ്ടു എന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. തുടർച്ചയായി മഴ പെയ്തപ്പോൾ വീണ്ടും തലസ്ഥാന നഗരി പഴയ ഒരു സ്ഥിതിയിലേക്ക് തീർച്ചയായും വിനോദ്, കാലവർഷം തുടങ്ങുന്നതേയുള്ളൂ. അപ്പോഴേക്കും തലസ്ഥാന നഗരിയുടെ സ്ഥിതി ഇത് ഇങ്ങനെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഒരിടത്തെ മാത്രം അവസ്ഥയല്ല. കണ്ണമൂലയിലും നിന്ന് ഞങ്ങളുടെ പ്രതിനിധി വി അരുണും ചേരുന്നു. ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി നടന്നു എന്നുള്ള ആത്മവിശ്വാസമുള്ളതുകൊണ്ട് വെള്ളം കയറാതിരുന്ന ഒരു പ്രദേശം കൂടിയായിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതി മറിച്ചാണ്. അരുൺ, സ്ഥിതി എന്താണ് അവിടെ?
കോളനി ബണ്ട് കോളനി വരുന്ന പ്രദേശം. ഇവിടെ എല്ലാ മഴയിലും വലിയ വെള്ളം കയറുന്നതാണ്. പക്ഷെ കഴിഞ്ഞ ആഴ്ച പെയ്ത മഴയിൽ ഇവിടെ വെള്ളം കയറാത്തത് വലിയൊരു ആശ്വാസം, അപർണ സൂചിപ്പിച്ച വലിയൊരു ആശ്വാസമാണ്. കാരണം ഈ തോടിന്റെ വീതിയൊക്കെ വളരെ വലുതാക്കിയ, വീതി വലുതായി കൂട്ടിയ, ആഴം കൂട്ടിയ പ്രദേശമാണ്. കോടിക്കണക്കിന് രൂപയുടെ പണി ഇപ്പോഴും പുരോഗമിക്കുന്ന പ്രദേശമാണ്. പുതിയ സൈഡ് വാൾ കെട്ടി ഉയർത്തിയ പ്രദേശമാണ്. ഇതിന്റെ കരകളിലൊക്കെ രണ്ടു വശത്തും വീടുകളുണ്ടായിരുന്നു നേരത്തെ, ഏതാണ്ട് 2-3 വർഷം മുമ്പ് വരെയൊക്കെ. പക്ഷെ ആ വീടുകളെല്ലാം പൂർണ്ണമായും അവിടുന്ന് ആളുകളെ ഒഴിപ്പിച്ച് അവിടെ ഈ വീതി കൂട്ടി വെള്ളത്തിന്റെ ഒഴുക്ക് ശക്തമാക്കാനുള്ള നടപടിയൊക്കെ എടുത്ത ഒരു പ്രദേശമാണ്. അവിടെയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ വെള്ളം കയറി കാണുന്നത്. ഇന്ന് ഉച്ച മുതലുള്ള മഴയിലാണ് ഇത്രയധികം വെള്ളം ഇവിടെ കയറുന്നത്. ഇവിടെ വെള്ളം കവിഞ്ഞ് 2 കരകളിലേക്കും പോയതും നമുക്ക് കാണാനാകും. ഇതിന്റെ ഉൾഭാഗത്ത് നിരവധി ഫ്ളാറ്റുകളുണ്ട്. ഇവിടുത്തെ ആളുകളെ നേരത്തെ പുനരധിവസിപ്പിച്ച ഫ്ളാറ്റുകളാണ്. ആ ഫ്ളാറ്റുകളുടെ താഴെ നിലയൊക്കെ ഇതിനകം വെള്ളം കയറുന്ന ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ ലഭ്യമാക്കിയിരുന്നു. ഈ ആളുകളെ അതുകൊണ്ട് തന്നെ മുകളിൽ നിലകളിലേക്ക് നമുക്ക് കാണാം. ആളുകൾ നടന്നു പോകുന്ന ദൃശ്യം, ഇതിന്റെ കരയിലൂടെ ആളുകൾ പോകുന്ന ദൃശ്യം നമുക്കിതിൽ കാണാനാകുന്നുണ്ട്. വലിയ രീതിയിലുള്ള വെള്ളം കരയിലേക്കും കയറിയിട്ടുണ്ട്. വീടുകളിലേക്ക് പതിവ് പോലെ ഇവിടെ വീണ്ടും വെള്ളം ഇരച്ചെത്തുകയാണ്. ഇതിന് സമീപ പ്രദേശമാണ് നേരത്തെ കഴിഞ്ഞ ദിവസം VK പ്രശാന്ത് MLA ഒക്കെ പറഞ്ഞ ഗൗരീശവട്ടം കുഴിവേൽ ഭാഗത്തൊന്നും വെള്ളം കയറിയില്ല എന്നൊക്കെ പറഞ്ഞ പ്രദേശം. അവിടെയും ഇത്തവണ വെള്ളം കയറിയിട്ടുണ്ട്. തേക്കുംമൂട് ബണ്ട് കോളനിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. VM സുധീരൻ, കോൺഗ്രസ് നേതാവ് VM സുധീരന്റെ വീടിന്റെ ഭാഗമാണ് ഈ തൈക്കൂട്ടം എന്ന് പറയുന്ന ഗൗരീശവട്ടത്തെ ഒരു പ്രദേശം. അവിടെയൊക്കെ വലിയ വെള്ളം കഴിഞ്ഞ വർഷത്തെ മഴക്കാലത്ത് കയറിയ സ്ഥലത്ത് കഴിഞ്ഞ ആഴ്ചയിലെ മഴയിൽ വെള്ളം കയറിയിരുന്നു. പക്ഷെ ഇപ്പോൾ അവിടെയും വലിയ തോതിൽ വെള്ളം കയറിയിട്ടുണ്ട്. വല്ലാതെ വെള്ളം പൊങ്ങുന്ന അവസ്ഥയാണ്. മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ. വലിയ ആശങ്കയിലാണ് ജനങ്ങൾ. നമുക്ക് ഈ പാലത്തിന്റെ സമീപം തന്നെ വെള്ളം നിറഞ്ഞൊഴുകുന്ന കണ്ട തൊട്ടടുത്ത ഒരു പാലം കൂടിയുണ്ട്, ഉള്ളൂർ തോട് വരുന്ന പ്രദേശം. അവിടെയും സമാനമാണ് കാര്യങ്ങൾ. ഒരുപക്ഷെ ഇവിടത്തേക്കാൾ അധികം വെള്ളം, സാധാരണ ആ തോട്ടിൽ അത്രയധികം വെള്ളം ഉയരുന്ന പ്രദേശമല്ല, അവിടെയും വെള്ളം കര കവിഞ്ഞ് ഒഴുകുകയാണ് ഇപ്പോൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇവിടുന്ന് ഏതാനും മീറ്ററുകൾ മാത്രമാണ് ആ സ്ഥലം. അവിടെയും അതാണ് അവസ്ഥ. അതായത് തലസ്ഥാന നഗരത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങൾ, വിനോദ് റിപ്പോർട്ട് ചെയ്യുന്ന പഴവങ്ങാട് നഗരപ്പുറം ഭാഗങ്ങൾ മാത്രമല്ല, ജഗതി ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ച മഴയിൽ വലിയ വെള്ളം കയറിയ പ്രദേശമാണ്. അവിടെയും വലിയ രീതിയിൽ വെള്ളം കയറിയ സാഹചര്യമുണ്ട്. എല്ലായിടത്തും നഗരത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങൾ, കഴക്കൂട്ടം ഭാഗത്ത്, കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷൻ സമീപത്തൊക്കെ ഉച്ച മുതൽ തന്നെ വലിയ വെള്ളം കയറുന്ന അവസ്ഥയുണ്ട്. അങ്ങനെ നഗരത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങൾ, മുൻകാലങ്ങളിൽ നിന്ന് വെള്ളം കയറാതിരുന്ന പ്രദേശങ്ങൾ, ചതുപ്പുകൾ നികത്തി വലിയ ഫ്ളാറ്റുകളും ബൈപ്പാസുമൊക്കെ നിർമ്മിച്ച കഴക്കൂട്ടം പോകുന്ന മേഖലകളിലൊക്കെ ഈ മഴയുടെ തുടക്കത്തിൽ തന്നെ, ഈ കാലവർഷ തുടക്കത്തിൽ തന്നെ വെള്ളം കയറുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത്യന്തം ആശങ്കകരമായ സ്ഥിതിയിലേക്ക് തലസ്ഥാനത്തെ ജനജീവിതം മാറുകയാണ്. അപർണ. VV അരുൺ വിവരങ്ങൾ നൽകിയത് കണ്ണൻമൂലയിൽ നിന്നാണ്. കനത്ത മഴയിൽ വെള്ളം കയറി തിരുവനന്തപുരത്തെ വെള്ളായണി പാടശേഖരവും കുലവാഴകൾ ഉൾപ്പെടെ ശക്തമായ കാറ്റിലും മഴയിലും ഒടിഞ്ഞു വീണു. ജില്ലയിൽ ഇതുവരെ 12 ലക്ഷം രൂപയുടെ കൃഷിനാശമാണ് റവന്യൂ വകുപ്പ് കണക്കാക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. ഏതാണ്ട് 2 ആഴ്ചയായി തുടർച്ചയായി മഴ പെയ്യുന്ന സാഹചര്യം. ഈ സാഹചര്യത്തിൽ കർഷകർക്കും വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് വെള്ളായണി ഭാഗത്താണ്, ഈ ഏല ഭാഗത്താണ്. ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഇവിടെ ഏതാണ്ട് വിളവ് എടുപ്പിന് പാകമായി വരികയായിരുന്ന കപ്പവാഴകളാണ്. ഈ കപ്പവാഴകൾ കാറ്റത്ത്, ശക്തമായ കാറ്റിലും മഴയിലും ഒടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം. വലിയ വില കിട്ടുന്ന ഒരു ഇനമാണ്. പക്ഷേ ഇത് അതിൻ്റെ ഒരു വിളവെടുപ്പിൻ്റെ സമയത്തിലേക്ക് എത്തുമ്പോഴാണ് കുലയോടുകൂടി ഇതെല്ലാം തന്നെ കാറ്റത്ത് മറിഞ്ഞു വീഴുന്നത്, ഒടിഞ്ഞു വീഴുന്നത്. അങ്ങനെ വലിയ നഷ്ടം കർഷകർക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. കുലയോടുകൂടി ആ വാഴകൾ കിടക്കുകയാണ്. നമുക്ക് ഉള്ളിലേക്ക് പോയാൽ വീണ്ടും അവിടെ വലിയ തോതിൽ വാഴകൾ ഇങ്ങനെ കാറ്റത്ത് ഒടിഞ്ഞു വീണിട്ടുണ്ട്. പക്ഷേ നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. കാരണം വലിയ വെള്ളക്കെട്ടാണ് ഈ പാടശേഖരത്തിൽ. വലിയ തോതിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. വാഴകളുടെ കാര്യത്തിൽ മാത്രമല്ല, മരച്ചീനി ഉൾപ്പെടെ, മരച്ചീനി വലിയ തോതിൽ അത് കൃഷി ചെയ്തിട്ടുള്ളൊരിടമാണ്. അവിടെ അത് നല്ല രീതിയിൽ വളർന്നു വരികയും ചെയ്തു. അപ്പോഴാണ് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന മഴ ഇത് അഴുകിപ്പോകുന്ന നിലയിലേക്ക് പോകും. മറ്റ് വാഴകളും വാഴത്തൈകളും നിൽക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഇങ്ങനെ നിന്നു കഴിഞ്ഞാൽ വാഴക്കന്ന് നട്ടിട്ടുണ്ട്. വാഴക്കന്ന് നട്ടത് നമുക്ക് കാണാം. അതിലും ആ കുഴികളിലുമെല്ലാം വെള്ളം നിറഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇത് അഴുകിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകും. നമുക്കിപ്പം ഇവിടുത്തെ ഒരു കർഷകൻ ചേരുന്നുണ്ട്. ചേട്ടാ, ഈ മഴ ഇങ്ങനെ നിൽക്കുകയാണ്, വലിയ നഷ്ടമാണോ നിങ്ങൾക്ക് സംഭവിക്കുന്നത്? നഷ്ടമാണ് സംഭവത്തിൽ. ഈ കപ്പവാഴയൊക്കെ ഒടിഞ്ഞു പോയി. ഇത് വലിയ നഷ്ടമാണ്. നമ്മൾ പാട്ടത്തിൻ്റെ അടുത്ത് കൃഷി ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വലിയ നഷ്ടമാണ്. ഇനി ഇതെങ്ങനെയാണ്
വെച്ച് വരണമെന്ന് പറയാൻ പറ്റില്ല. ഈ കൃഷി കംപ്ലീറ്റ് നഷ്ടത്തിലാണ്. എല്ലാം പോകും. ഇത് ഇങ്ങനെ വെള്ളം ഒരുപാട് ദിവസം ഇങ്ങനെ നിന്ന് കഴിഞ്ഞ് ഇത് അഴുകി പോവുകയാണ്. ഇത് അഴി പോകും. പിന്നെ കംപ്ലീറ്റ് ആയത് അഴി ഇല്ലാതെ പോകും. ഒരു തോർച്ച കിട്ടിയാലേ അതിനുള്ള ഫലമുള്ളൂ. ഇത് ഒഴുക്കി കളയാനുള്ള എന്തെങ്കിലും മാർഗം? വെള്ളം ഒഴുകി ഇവിടെ നിന്ന് ഈ മാക്സിമം പോണത് തന്നെ, അല്ല വേറെ ഒരു സംവിധാനമില്ല. തൊട്ടടുത്ത് കായലാണ്. അവിടെ സംഭരിച്ച് പോകുന്നതല്ല, വേറെ മാർഗമൊന്നുമില്ല. മഴ നിന്ന് കഴിഞ്ഞാൽ കാശ്, അതായത് ഒരു ഏക്കറൊക്കെ നമുക്ക് പാട്ടത്തിനെടുക്കാൻ എത്ര രൂപയാവും? ഒരു ഏക്കർ പാട്ടത്തിന് ഒരു 50,000-നകത്ത് കൊടുക്കേണ്ടി വരും. അത് ഈ ഭൂമിയുടെ ഉടമസ്ഥന് കൊടുക്കണം. അത് എപ്പോഴാണ് കൊടുക്കുന്നത്? കൃഷി കഴിയുമ്പോഴാണ്? കൃഷി തുടക്കത്തിലേ കൊടുക്കണം. ആദ്യമേ കൊടുക്കണം. എന്നിട്ടാണ് ഈ കൃഷിക്ക് പൈസ ഇറക്കുന്നത്. അപ്പോൾ ഇതെല്ലാം പോകുന്ന ഒരു അവസ്ഥ. പിന്നെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ സർക്കാരിന് ചിലപ്പോൾ ഈ പ്രകൃതിയിൽ എന്തെങ്കിലും സഹായം കിട്ടിയാവാം. അത്രേ അതാണ് അവസ്ഥ. ഈ നമുക്ക് ഈ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും ഈ വാഴകളെല്ലാം നഷ്ടപ്പെടും. ഒരുപാട് നാശങ്ങളുണ്ട് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ. ഇപ്പൊ ഈ ചെളിയും വെള്ളത്തിൽ കൂടെ പോകാൻ പറ്റില്ല. ഈ കരഭാഗത്ത് നിൽക്കാൻ പറ്റും. ആ ചേട്ടൻ കർഷകനാണോ ചേട്ടാ? ലോട്ടറി കച്ചവടക്കാരനാണ്. ഞാൻ യോജനയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാം. അതുപോലെ ആ റോഡ് മുട്ടക്കാട്ടുനിന്ന് ബംഗാൾ മറ്റേ തിരുവനന്തപുരത്താണ് റോഡ് കംപ്ലീറ്റ് വെള്ളക്കെട്ടാണ്. പഞ്ചായത്ത് മെമ്പർ പ്രസിഡന്റൊക്കെ വന്ന് നോക്കി ഉടൻ തന്നെ ശരിയാക്കാന്ന് പറഞ്ഞു. ആളുകൾ വരുമ്പോൾ പെണ്ണുങ്ങളൊക്കെ വരുമ്പോൾ വോട്ട് പോകണം. അതുകൊണ്ട് ദേവിയായിട്ട് നിങ്ങളൊന്ന് നമുക്കത് സഹായിച്ചു ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഈ കൃഷിനാശമൊക്കെ എങ്ങനെ ചേട്ടന്റെ കാലത്ത്? നാശം കൂടുതൽ അങ്ങോട്ടൊക്കെ പോയി നോക്കണം. കംപ്ലീറ്റ് അറിയാവുന്ന സ്ഥലമാണോ? ഞാൻ ഇവിടെ ഉള്ള തന്നെ. ഞാൻ ഇവിടുത്തെ ലോട്ടറി കച്ചവടക്കാരനും ഞാൻ ഇവിടുത്തെ കാരനും തന്നെ. ഇവിടുത്തെ ഈ കർഷകർക്ക് ഇങ്ങനെ ഈ മഴ ഒരുപാട് ദിവസം നിന്ന് കഴിഞ്ഞാൽ വലിയ നഷ്ടമുണ്ട്. ഭയങ്കരപ്പെട്ട നഷ്ടമാണ്. അവള് ഒരു ദിവസം പൈസ കൊടുത്തില്ലെങ്കിൽ കംപ്ലീറ്റ് വലിച്ചു പോയും. അങ്ങനെയുള്ള സൈസുകളാണ് ഇവിടെ ഉള്ള വലിയ ഉടമസ്ഥന്മാര്. എല്ലാ പാവങ്ങളാണ് ഉള്ളത്. കർഷകരൊക്കെ കൂലിക്കാരേ ഉള്ളൂ കൂടുതൽ. വയലുള്ളവർ ആരുമില്ല ഇവിടെ. എല്ലാം വാടകയ്ക്കെടുത്താണ് അവർ കച്ചവടം ചെയ്യണത്. ഇങ്ങനെ ഒരു കാഴ്ചയാണ് നമുക്ക് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇവിടെ നിന്ന് അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. കാരണം വെള്ളായണി എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് വലിയ ഒരു കാർഷിക ഗ്രാമമാണ്. വലിയ തോതിൽ കൃഷി നടക്കുന്ന ഇടമാണ്. കർഷകരുടെ സംഘങ്ങളും ഒറ്റയ്ക്കൊറ്റയ്ക്കും കർഷകർ ജോലി ചെയ്യുന്ന സ്ഥലമാണ്. അവർക്ക് ഭൂമിയില്ലാത്തവർ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്ന ഇടം. അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് വലിയ നാശനഷ്ടത്തിൻ്റെ ഒരു കാഴ്ച നമുക്ക് കണക്കുകൾ പ്രകാരം, റവന്യൂ വകുപ്പിൻ്റെ കണക്കുകൾ പ്രകാരം തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഈ വേനൽ മഴ തുടങ്ങിയ ശേഷം ഏതാണ്ട് 12 ലക്ഷത്തിൻ്റെ ഒരു നഷ്ടമാണ് കണക്കാക്കുന്നത്. അത് പ്രാഥമികമായൊരു കണക്കാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. ഈ ഏലകളിലെല്ലാം, വയലുകളിലെല്ലാം ഈ കനത്ത മഴയിൽ വലിയ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. ഇത് കർഷകർക്കുണ്ടാകുന്ന ദുരിതം ചെറുതല്ല. ഈ മഴ ഒന്ന് തോർന്നാൽ ഒരുപക്ഷെ ഇനി അവശേഷിക്കുന്ന വിളകളെങ്കിലും അവർ സംരക്ഷിക്കാമെന്ന ഒരു പ്രതീക്ഷയിലാണ് കർഷകർ ഉള്ളത്. അരുൺ പാലോടിനൊപ്പം ബി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. തലസ്ഥാന ജില്ലയിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ എറണാകുളത്ത് ദിവസങ്ങളായി പല ജനവാസ മേഖലകളും വെള്ളക്കെട്ട് ഭീഷണിയിലാണ്. നവമി ദിനേശിന്റെ റിപ്പോർട്ട് കാണാം. ഉച്ചയ്ക്ക് ശേഷം ആരംഭിച്ച മഴയാണ്. കൊച്ചിയിൽ അതിശക്തമായി തന്നെ മഴ തുടരുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയുടെ തന്നെ ഒരു ഹൃദയ ഭാഗമായ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന്റെ പുറകുവശത്താണ്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ വെള്ളം ഇങ്ങനെ ഉയർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മഴ ഇത്തരത്തിൽ തുടരുകയാണെങ്കിൽ റോഡ് പൂർണ്ണമായും മുങ്ങുന്ന ഒരവസ്ഥയിലേക്കാണ്. ഗതാഗത ഒക്കെ വലിയ തരത്തിലുള്ള സ്തംഭനമാണ് ഈ കൊച്ചി നഗരത്തിൽ പലയിടങ്ങളിലും കാണപ്പെടുന്നത്. ഇടപ്പള്ളിയിലായിക്കോട്ടെ ഇന്നലെ വെള്ളം കയറി, വീടുകളിൽ ഉൾപ്പെടെ വെള്ളം കയറിയ കളമശ്ശേരിയിലുമൊക്കെ സ്ഥിതി വ്യത്യസ്തമല്ല. ഇന്നും അതിശക്തമായ മഴ തന്നെയാണ് തുടരുന്നത്. ഇൻഫോ പാർക്കിലും ഈ വെള്ളം കയറിയ ഒരു അവസ്ഥയിലാണ്. വാഹനങ്ങളൊന്നും പുറത്തേക്ക് എടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് കൊച്ചിയിലെ വെള്ളക്കെട്ട് അതിരൂക്ഷമായി തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇന്നും അല്പസമയത്തിന് മുൻപ് ഹൈക്കോടതി കൊച്ചിയിലെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുമ്പോൾ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. ഈ മഴ ഉച്ചയിൽ നിൽക്കുമ്പോഴല്ല ഇത്തരത്തിൽ ഈ വൃത്തിയാക്കുന്നതിനെ കുറിച്ചും വെള്ളക്കെട്ടിന്റെ ഒക്കെ ആശങ്ക പങ്കിടേണ്ടത്. അതിനു മുൻപ് തന്നെ കൃത്യമായിട്ടുള്ള നവീകരണ പ്രവർത്തനങ്ങൾ, ക്ലീനിംഗ് പരിപാടികൾ, ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം നടത്തേണ്ടതല്ലേ എന്നുള്ള രൂക്ഷ വിമർശനമായിരുന്നു ഹൈക്കോടതി കൊച്ചി കോർപ്പറേഷന് വേണ്ടി ഉന്നയിച്ചത്, കൊച്ചി കോർപ്പറേഷനെതിരെ ഉന്നയിച്ചത്. മറ്റൊരു കാര്യം, ഈ വീടുകളിലും ഈ ജനങ്ങളും ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുന്നതിന് കാരണക്കാരാകുന്നു എന്നുകൂടി കോടതി രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. കാരണം ഈ കാനകളിലെ വൃത്തിയാക്കി കാനകളിൽ ക്ലീൻ ചെയ്തതിന് ശേഷം ടൺ കണക്കിന് മാലിന്യങ്ങളാണ് പുറത്തേക്ക് എടുക്കുന്നത്. പക്ഷേ വീണ്ടും ജനങ്ങൾ ഇതേ പരിപാടി തന്നെ ആവർത്തിക്കുന്നുണ്ട്. വീണ്ടും മാലിന്യങ്ങൾ കാനകളിലേക്കും പൊതു ഇടങ്ങളിലേക്കും പ്ലാസ്റ്റിക്കുകളടക്കം വലിച്ചെറിയുന്നു എന്നുകൂടി
കോടതി രൂക്ഷമായി തന്നെ വിമർശിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ അവസ്ഥയാണ്. ഇത് പ്രധാനപ്പെട്ട വഴിയാണ്. സ്റ്റേഡിയത്തിന്റെ ഉള്ളിൽ നിന്നും തമ്മനം, പാലാരിവട്ടം, കടവന്ത്ര ഭാഗങ്ങളിലേക്ക് പോകുന്ന ഇരു റോഡുകളിലും വെള്ളം കയറിയ അവസ്ഥയാണ്. ഈ മഴ ഒരു 2 മണിക്കൂർ തുടർച്ചയായി പെയ്താൽ മുട്ടറ്റം വരെ വെള്ളം പൊങ്ങുന്ന ഒരു സാഹചര്യമായിരിക്കും. ആ ഒരു തരത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഇടപ്പള്ളിയിലായിക്കോട്ടെ ഇതുപോലെ ഇന്നലെ നമ്മൾ കണ്ട അതേ അവസ്ഥ തന്നെയാണ്. വെള്ളം രൂക്ഷമായി ഉയർന്നിരിക്കുകയാണ്. അതിനെയും കോടതി വിമർശിച്ചിട്ടുണ്ട്. ഈ ഇടപ്പള്ളിയിൽ വെള്ളം കെട്ടുന്നത് കാനകൾ കൃത്യമായി വൃത്തിയാക്കാത്തതാണ് എന്നുള്ളൊരു റിപ്പോർട്ട് അമിക്കസ് ക്യൂറി ഇതിനോടകം തന്നെ സമർപ്പിക്കുകയും ചെയ്തു. ഇതും പരാമർശിച്ചുകൊണ്ടുള്ളൊരു വിമർശനമായിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണാം, ഇത് ഓടയാണ്. ഓട നിറഞ്ഞ് വെള്ളം റോഡിലേക്ക് ഒഴുകുന്ന ഒരവസ്ഥയാണ്. കൃത്യമായി ഈ ഓടകൾ ക്ലീൻ ചെയ്യാത്തത് തന്നെയാണ്, വൃത്തിയാക്കാത്തത് കൊണ്ട് തന്നെയാണ് ഈ ഓടകൾ നിറഞ്ഞ് ആ അഴുക്ക വെള്ളം കൂടി റോഡിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഈ മഴ ഇങ്ങനെ ശക്തമായി പെയ്താൽ റോഡുകൾ കൊച്ചിയുടെ പല ഭാഗങ്ങളിലും വീണ്ടും വെള്ളക്കെട്ടിൽ നിറയുമെന്ന് ഉറപ്പാണ്. ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വണ്ടിയൊക്കെ ഓഫായി പോകും ഈ വെള്ളത്തിൽ വെച്ച്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ഇവിടെ എപ്പോഴും ഉള്ളതാ. പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വണ്ടിയുടെയും സാധനങ്ങളൊക്കെ പോകും. ഇടയ്ക്കിടയ്ക്ക് സ്ഥിരമാകും. പിന്നെ ഇങ്ങനെ മഴ പെയ്താൽ മിക്കവാറും കടയിലും കൂടെ വെള്ളം കയറും. പിന്നെ ഞങ്ങൾക്ക് കച്ചവടക്കാരായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വീഴാനൊക്കെ നല്ലപോലെ ചാൻസ് ഉണ്ട്. പിന്നെ ആണെങ്കിൽ കുറെ ഇങ്ങനെയുള്ളമാരൊക്കെ ആണെങ്കിൽ ചള്ളാക്കി തെറിപ്പിക്കുക, കടയിലോട്ടൊക്കെ ചള്ള തെറിപ്പിക്കുക. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. അതുപോലെ ആൾക്കാരും വരത്തില്ല, കച്ചവടം കിട്ടത്തില്ല. എന്ന് പെയ്താലും ഇങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ മാലിന്യം ഇങ്ങനെ കുന്നൂടി കണക്കൊണ്ടാണ് ഈ ഒരു ഇഷ്യൂ വരുന്നത്. എല്ലാ മാൻഹോള് വെള്ളം പോകാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ മാൻഹോളിനുള്ളിൽ എല്ലാവരും വേസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് നടന്നുകൊണ്ടാണ് ഈ വെള്ളക്കെട്ട് ഇത്രക്കും ഇതായി നിൽക്കുന്നത്. അല്ലെങ്കിൽ കൊച്ചിയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഇടപ്പള്ളിയിൽ ആ ഒരു ഭയങ്കര ഭീകര വെള്ളക്കെട്ടുണ്ട്. പക്ഷെ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും പോയി. ചെറിയ മാൻഹോളാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഈ കുട്ടികളുടെ ഡൈപ്പറാകട്ടെ പല കാര്യങ്ങളും എല്ലാവരും ഇപ്പോൾ ഫ്ലാറ്റിൽ താമസിക്കാനാകട്ടെ, ചെറിയ വീടുകളിൽ താമസിക്കാനാകട്ടെ, ഇതിന് ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി ഈ വെള്ളക്കെട്ട് നിയന്ത്രിക്കാൻ പറ്റും. ഇപ്പൊ തന്നെ ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂറോളായി. എന്തായാലും വലിയ ശക്തമായ മഴയാണ്. ഏകദേശം 2 മണിയോട് കൂടി ആരംഭിച്ച മഴ ഇപ്പോഴും ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പലയിടങ്ങളിലും വീണ്ടും വെള്ളം കയറി. ഇട റോഡുകളിലാണ് ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ട് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന്റെ അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. കോട്ടയത്ത് മലയോര മേഖലകളടക്കം ഏത് തരത്തിലാണ് മഴ ബാധിച്ചിരിക്കുന്നതെന്ന് നോക്കാം. ജി ശ്രീജിത്തിന്റെ റിപ്പോർട്ട് കൂടി. കോട്ടയത്തെ സംബന്ധിച്ച് ഇന്ന് പൊതുവേ ശാന്തമായിരുന്നു. അതായത് ഇന്നലെയും മിനിങ്ങാന്നുമൊക്കെ പെയ്ത മഴയുടെ അത്രയും മഴ ഇന്ന് പകൽ പെയ്തില്ല. അതായത് ഇന്നലെ ഉച്ച വരെ അതിശക്തമായ മഴയായിരുന്നു. ഒരു 3 മണിക്ക് ശേഷം കാര്യമായ മഴ പെയ്തിരുന്നില്ല. പിന്നീട് ഇന്ന് രാവിലെ ഒരല്പം മഴ പെയ്തു. പിന്നീട് ഇപ്പോൾ വൈകുന്നേരം സമയങ്ങളിലും പലയിടത്തും ശക്തമായ മഴ പെയ്യുന്നുണ്ട്. എന്തായാലും ഇടയ്ക്ക് മഴ ഒഴിഞ്ഞു നിൽക്കുന്നത് വലിയൊരു ആശ്വാസമായി തന്നെ മാറുന്നുണ്ട്. പ്രത്യേകിച്ച് മീനച്ചിലാറ്റിലടക്കം കിഴക്കൻ മേഖലയിൽ നിന്ന് വെള്ളം കാര്യമായി ഒഴിയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് ഇന്ന് കാണാൻ സാധിച്ചത്. ഇന്നലെ ഈരാറ്റുപേട്ടയിലും ഒപ്പം തന്നെ പാലാ ടൗണിലും ഒക്കെ വെള്ളം കയറിയിരുന്നു. അവിടെ നിന്നെല്ലാം ഇന്ന് പുലർച്ചയോടെ വെള്ളം ഇറങ്ങുകയും അവിടെ നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങളടക്കം നടത്തുകയും ചെയ്തു. അതേസമയം തന്നെ പടിഞ്ഞാറൻ മേഖലയിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷമാകുകയാണ്. അതൊരു പതിവ് സാഹചര്യം തന്നെയാണ്. അത് കുറച്ച് ദിവസങ്ങളിൽ ആ നിലയിൽ തന്നെ തുടരാനുള്ള സ്ഥിതിവിശേഷവുമാണ് കോട്ടയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഈ രാത്രി സമയങ്ങളൊക്കെ വളരെ വെല്ലുവിളി നിറഞ്ഞതാണ്. പ്രത്യേകിച്ച് ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകൾ ഉണ്ട് എന്നുള്ളതാണ് കോട്ടയത്തിൻ്റെ ഏറ്റവും വലിയ ആശങ്ക. കിഴക്കൻ മേഖലയിൽ 3 ഉരുൾപൊട്ടി, ചെറുതും മറ്റു പലയിടങ്ങളിലും ചെറിയ ഉരുളുകളും പൊട്ടിയിട്ടുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ആ നിലയിലുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് മലയോര മേഖലയിലേക്ക് രാത്രികാല യാത്രകളടക്കം ഒഴിവാക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുമാത്രവുമല്ല, ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ വെള്ളച്ചാട്ടങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്കും യാത്ര നിരോധിച്ചുകൊണ്ട് കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഖനന പ്രവർത്തനങ്ങളിലും നിരോധനങ്ങൾ തുടരുകയാണ്. എന്തായാലും പലയിടത്തും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് തോടുകളിൽ നിന്ന് വെള്ളം കയറുന്നതാണ് പലയിടത്തും വലിയ വില്ലനായി മാറിയത്. കൂടുതൽ വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. VA 205272 VA 205272
VB സീരീസ് നറുക്കെടുക്കുന്നു. ബസ്രമർത്തുവാനായി ശ്രീമതി സത്യവതിയോട് അഭ്യർത്ഥിക്കുന്നു. VB സീരീസിന് നറുക്കെടുത്ത നമ്പർ VB 986812. ഈ നമ്പർ പ്രിന്റ് ചെയ്തിട്ടില്ല. നറുക്കെടുപ്പ് മെഷീനിന്റെ സംവിധാനം അനുസരിച്ച് 9,99,999 വരെയുള്ള നമ്പറുകൾ നറുക്കെടുക്കപ്പെടാവുന്നതാണ്. എന്നാൽ ഈ വർഷത്തെ വിഷു ബമ്പർ ഭാഗ്യക്കുറി 7,99,999 വരെയുള്ള ടിക്കറ്റുകളാണ് പ്രിന്റ് ചെയ്തിട്ടുള്ളത്. നറുക്കെടുപ്പ് ഒരിക്കൽ കൂടി നടക്കുന്നു. ബസ്രമർത്തുവാനായി ശ്രീമതി സത്യവതിയോട് അഭ്യർത്ഥിക്കുന്നു. VB സീരീസിന് സമാനാർഹമായ നമ്പർ VB 429992. VB 429992. VC സീരീസ് നറുക്കെടുക്കുന്നു. ബസ്രമർത്തുവാനായി അഡ്വക്കേറ്റ് ശോഭിക റാണിയോട് അഭ്യർത്ഥിക്കുന്നു. VC സീരീസിന് സമാനാർഹമായ നമ്പർ VC 523085. VC 523085. VD സീരീസ് നറുക്കെടുക്കുന്നു. ബസ്രമർത്തുവാനായി ശ്രീമതി ശ്യാമ S പ്രഭയോട് അഭ്യർത്ഥിക്കുന്നു. VD സീരീസിന് സമാനാർഹമായ നമ്പർ VD 154182. VD 1541. Ensure diabetes care. തുടർച്ചയായി പെയ്ത മഴയിൽ ആലപ്പുഴയുടെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു. കുട്ടനാടിന്റെ താഴ്ന്ന മേഖലകളിൽ ജലനിരപ്പ് ഉയർന്നു. കനത്ത കാറ്റിൽ തലവടിയിൽ 2 വീടുകളുടെ മേൽക്കൂര തകർന്നു. ആലപ്പുഴ ടൗണിനടുത്ത കൊമ്മാടിയിൽ കനാലിൽ നിർമ്മിച്ച തടയണ മൂലം ഒഴുക്ക് തടസ്സപ്പെട്ടതോടെ പ്രദേശത്തെ 100 കണക്കിന് വീടുകളിൽ വെള്ളം കയറി. കഴിഞ്ഞ ദിവസങ്ങളിൽ ആലപ്പുഴയിൽ അത്ര കനത്ത രീതിയിൽ മഴയില്ലായിരുന്നുവെങ്കിൽ പോലും ഇന്നലെ വൈകുന്നേരം മുതൽ ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. പല സ്ഥലങ്ങളും അപ്രതീക്ഷിതമായ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു എന്നുള്ളതാണ്. ആലപ്പുഴ നഗരത്തിലും ഒപ്പം തന്നെ കുട്ടനാടിന്റെ താഴ്ന്ന പ്രദേശങ്ങളിലുമൊക്കെ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. കായംകുളത്ത് 400ഓളം വീടുകൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. ദേശീയപാതയോരത്തെ കടകൾക്കൊക്കെ തന്നെ ഈ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഇപ്പോൾ നമ്മളുള്ളത് ആലപ്പുഴ കൊമ്മാടി പ്രദേശത്താണ്. ആലപ്പുഴ നഗരത്തിൽ AVJ മുതൽ ഒപ്പം തന്നെ AVJയും ഒപ്പം പിച്ചൂർ ജംഗ്ഷനും അടക്കമുള്ള പ്രദേശങ്ങളിലൊക്കെ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് വെള്ളം കയറിയതിനെ തുടർന്ന്. സാധാരണഗതിയിൽ ഒരിക്കലും വെള്ളം കയറാത്ത ഇടങ്ങളാണ്, പ്രത്യേകിച്ച് തൊട്ടപ്പുറത്ത് ഒരു കനാലൊക്കെ ഉള്ള സ്ഥലമാണ് നമ്മളിപ്പോൾ ഉള്ള കൊമ്മാടി ഭാഗം. അവിടെയാണ് ഇത്തരത്തിൽ ഒരു വെള്ളക്കെട്ട് രൂപപ്പെട്ടുള്ളത്. നമ്മൾ ദൃശ്യങ്ങൾ കാണാം. ഒരു കമ്പനിയിലേക്ക് വെള്ളം കയറുന്നത് കൊണ്ട് തന്നെ അവര് അത് തടയണ കെട്ടി അടയ്ക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത്തരം ഒരു വെള്ളം ഇത് ആദ്യമല്ലേ ഇവിടെ? ഒരു എന്റെ പ്രായത്തിന് ആദ്യമായിട്ടാണ് ഇത്രയും ആലപ്പുഴയിൽ ഇത്രയും വെള്ളം പൊങ്ങിയതായിട്ട് കാണുന്നത്. അതുകൂടാതെ തോട് ഇതേപോലെ ഇങ്ങോട്ട് ഇതായിട്ടില്ല, റോഡിലോട്ട് വന്നിട്ടുമില്ലായിരുന്നു. എന്റെ ജീവിതത്തിൽ ആദ്യമാണ് ഇത്രയും മഴ കാണുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വെള്ളക്കെട്ട് ആയതുകൊണ്ട് തന്നെ അല്ലേ നിങ്ങൾ? ഇത് ഇന്ന് 11:30 മണിയോട് കൂടിയാണ് ഇത്രയും വെള്ളം കയറിയത്. ഈ ഫ്രണ്ടിലൊക്കെ ഓപ്പൺ ആയിട്ട് തന്നെ കിടക്കുകയായിരുന്നു. ഭയങ്കരമായിട്ട് വെള്ളം കയറി അടിച്ചു കയറി. ഇപ്പൊ റോഡും തോടും നമ്മുടെ മറ്റ് ഫ്ലോറും എല്ലാം ഒരേ നിരപ്പായിരിക്കുകയാണ്. ഇതിന്റെ പരിസമാപ്തി എന്താണെന്ന് അറിയാൻ പറ്റില്ല. അതൊരു ഭീകരാവസ്ഥയിലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പൊതുവെ കാലവർഷം എത്തിയിട്ടില്ല. 43 വയസ്സായി. ഇപ്പൊ ഞാൻ ജനിച്ച നാളതാ. ഇത്ര വർഷം 2017 പ്രളയം ഇത്രയും ഇല്ലായിരുന്നു. ഇത് കണക്ക് വരുന്ന വീടും ഈ കമ്പനി അപ്പുറത്തെ കമ്പനി ഞാൻ വർക്ക് ചെയ്യുന്ന അപ്പുറത്തെ കമ്പനി ഇത് കണക്കൊരു അവസ്ഥ വന്നിട്ടില്ല. ഈ ബണ്ട് അവിടെ ഇത് ബ്ലോക്ക് ചെയ്തതാണോ? നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് ബ്ലോക്ക് ചെയ്തായിരിക്കും ഒഴുക്ക്. നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലും ബണ്ട് കെട്ടിയായിരുന്നു. ബണ്ട് കെട്ടി വെള്ളം കൂടി കഴിയുമ്പോൾ കുറെ കട്ട് ചെയ്തെങ്കിലും കുറച്ച് ഭാഗം മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷെ വെള്ളം കംപ്ലീറ്റ് പോകാനുള്ള ആ ഒരു സ്പേസ് ഇല്ല അവിടെ. അത് കാരണമാണ് വെള്ളം ഇത്ര അല്ല ഒരു കാലത്ത് ഇത്രയും വന്നിട്ടില്ല. ഇത് വെള്ളം മഴ കൂടിയാൽ ഇതിനും വലിയ ഭീകരാവസ്ഥയിലോട്ട് മാറും. ഇത്ര വന്നിട്ടില്ല. ഇത്ര അവസ്ഥ സാഹചര്യം ഇത് ഒഴുക്ക് തടഞ്ഞതാണ് ഒരു പ്രധാന പ്രശ്നമായി. വണ്ടി കേടായതാണോ ചേട്ടാ? വണ്ടി കേടായതാണോ?
അതാണ് അവസ്ഥ. അതായത് ഇവർ പറയുന്ന പ്രധാനമായും നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സ്ഥലമുണ്ട്. അതായത് ഇത് കനാലാണ്. കനാലിന്റെ പക്ഷേ ഒഴുക്ക് തടയുന്ന രീതിയിൽ അവിടെ മൊത്തം ചെടികളും മറ്റുമൊക്കെ വളർന്നു നിൽക്കുകയാണ്. മാത്രമല്ല ഇവിടെ നിർമ്മാണം നടന്നൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ രണ്ടിടങ്ങളിൽ ഈ മണ്ണ് തടയണ കെട്ടി, അതായത് ഒരു പാലത്തിന്റെ നിർമ്മാണം അടക്കം നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തടയണ കെട്ടി രണ്ടിടങ്ങളിൽ അടച്ചിരുന്നു. അതാണ് ഇത്തരത്തിലൊരു രൂക്ഷമായ പ്രതിസന്ധിയിലേക്ക് പോകാൻ കാരണം, അല്ലേ? അതെ മേഡം, അതെ. അത്ര ഒരു കമ്പനി, ഇപ്പുറത്തെ ഒരു കമ്പനി ഒരു കയറും. അവര് തൊട്ടടുത്ത് മറ്റൊരു സ്ഥാപനം ഉണ്ടെന്നാണ് പറഞ്ഞത്. അതും ഈ സമാനമായ സാഹചര്യമാണെന്നാണ്. എത്ര വീടുകളുണ്ട് ചേട്ടാ? മൊത്തം ബേക്കറി, ഇവിടുത്തെ ബേക്കറി വെള്ളം കയറി, വീടുകൾ കയറി, മൊത്തം ആ പ്രശ്നം. അതെ, ഈ ഒരു കമ്പനിയാ ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്ന. മേഡം കയറിക്കോ സാഹചര്യം ഫാമിലെ വർക്ക് തടുക്ക മൊത്തം നനഞ്ഞോ? മൊത്തം നനഞ്ഞു കാണിച്ചു തരാം. മേഡം മൊത്തത്തിൽ നനഞ്ഞോ? അല്ല ആണ്, പീസെല്ലാം നിറഞ്ഞ ഫാമിലി വർക്കാണ് ഞങ്ങൾ ചെയ്യുന്നത്. കുഴിയാണ് അങ്ങോട്ട്? അല്ല, കുഴിയല്ല, വെള്ളം കുഴിയൊന്നുമില്ല. ഇത്രയും വെള്ളം, അതായത് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഇപ്പൊ തന്നെ മുട്ടിന് മുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 11 മണി മുതൽ തുടങ്ങിയ മഴയാണ് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്നാണ് പറയുന്നത്. കമ്പനിക്ക് അകത്തുള്ള മാറ്റുകളെല്ലാം മാറ്റൊക്കെ മാറ്റെല്ലാം നനഞ്ഞിരിക്കുക. ഇവിടെ ഇങ്ങനെ സ്ഥിരമായ ഒരു അവസ്ഥ ഉണ്ടായിരുന്നോ? ഇതുവരെ ഇങ്ങനെ ഉണ്ടാകാത്തൊരു കാര്യമാണ് ഇപ്പൊ. അതാണ് അവർ പറയുന്നത്. അതായത് ഇതുവരെ ഇത്തരത്തിലൊരു ഈ രീതിയിൽ വെള്ളം വരുന്നൊരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് അത് ഈ കനാലിന്റെ പ്രശ്നം കൂടി അതിനെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്. കനാലിൽ വെള്ളം കൃത്യമായ രീതിയിൽ ഒഴുക്ക് നടക്കാത്തത് കൊണ്ട് തന്നെ ആ വെള്ളം കരകവിഞ്ഞ് വരുന്നത് കൂടിയാണ് ഈ പ്രശ്നം സൃഷ്ടിക്കുന്നതെന്നാണ് ജനങ്ങൾ പറയുന്നത്. എന്തായാലും ആലപ്പുഴയിലെ സ്ഥിതി ഇതാണ്. പലയിടങ്ങളിലും അതാണ്, വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ പോലും പ്രളയകാലത്ത് പോലും ഇങ്ങനെ ഒരു പ്രതിസന്ധി അനുഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത്. മാത്രമല്ല പലയിടത്തും ശക്തമായ കാറ്റ് അനുഭവപ്പെട്ടിരുന്നു. തലവടി പഞ്ചായത്തിൽ 2 പേരുടെ വീടുകളുടെ മേൽക്കൂരയാണ് തകർന്നു പോയത്. തലവടി സ്വദേശി മണിയുടെയും ലീലാമ്മയുടെയും വീടിന്റെ മേൽക്കൂര പറന്നു പോകുന്ന സാഹചര്യമുണ്ടായി. 200 മീറ്ററോളം ദൂരെയാണ് മേൽക്കൂരകൾ വന്ന് പതിക്കുകയും ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങൾ ഇത്ര ശക്തമായ മഴയില്ലായിരുന്നുവെങ്കിൽ പോലും നഗരത്തിലും നഗരപ്രദേശങ്ങളിലും ഉണ്ടായ അപ്രതീക്ഷിതമായ വെള്ളക്കെട്ടാണ് പ്രശ്നമായത്. ജലാശയങ്ങളിലൊക്കെ ജലനിരപ്പ് ഉയർന്നുണ്ട്. പക്ഷേ അപകടകരമായ സാഹചര്യം ഉണ്ടായിട്ടില്ല. നിലവിൽ കഴിഞ്ഞ ദിവസം ഒരു ദുരിതാശ്വാസ ക്യാമ്പാണ് തുറന്നത്. കൂടുതൽ ക്യാമ്പുകൾ തുറക്കേണ്ട സാഹചര്യം ആലപ്പുഴയിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന. അത്തരം നിർദ്ദേശങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ പലയിടങ്ങളിലും മഴക്കാലത്തിന് മുൻപ് നടത്തേണ്ട തയ്യാറെടുപ്പുകൾ നടക്കാത്തത് കൊണ്ട് തന്നെ വെള്ളക്കെട്ട് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കനത്ത മഴയിൽ ആലപ്പുഴ കായംകുളത്ത് 400-ലധികം വീടുകൾ വെള്ളപ്പൊക്ക ഭീഷണിയിലായി. കരിപ്പുഴ തോട്, മലയൻ കനാൽ, ഈഞ്ചക്കൽ തോട് എന്നിവ കരകവിഞ്ഞ് വീടുകളിലേക്ക് വെള്ളം കയറി. കൂടാതെ നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളും ഗുരുതര പ്രതിസന്ധി നേരിടുകയാണ്. എരിവ, കുറ്റിത്തെരുവ്, ചേരാവള്ളി, ഈഞ്ചക്കൽ, ചൂണ്ടുകാട് തുടങ്ങിയ പ്രദേശങ്ങളാണ് വെള്ളക്കെട്ടിന്റെ രൂക്ഷത നേരിടുന്നത്. ശക്തമായ മഴയിൽ തൃശൂർ അശ്വനി ആശുപത്രിയിൽ വീണ്ടും വെള്ളം കയറി. അത്യാഹിത വിഭാഗത്തിന്റെ പ്രവർത്തനം നിലച്ചു. ഇതോടെ ആശുപത്രിയുടെ പ്രവർത്തനം താറുമാറായി. രോഗികളെ തൽക്കാലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ മഴയിലും അശ്വനി ആശുപത്രിയിൽ വെള്ളം കയറിയിരുന്നു. തിരുവനന്തപുരം അരുവിക്കരയിൽ കിണർ ഇടിഞ്ഞ് താഴ്ന്നു. കാലവർഷം നാളെ എത്തിയേക്കും. ന്യൂസ് ഡെസ്കിൽ നിന്ന് ഷംനയും ചേരുന്നു. ഷംന, വിവിധ ജില്ലകളിലായി ഏതെല്ലാം തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ഇനിയുള്ള 24 മണിക്കൂറിലുള്ളത്?
അപർണ, ഇന്ന് നിലവിൽ 7 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. ബാക്കി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. ബാക്കി 7 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പുള്ളത്. അടുത്ത 24 മണിക്കൂർ കൂടി മൺസൂൺ എത്തുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. എന്തായാലും ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്ന മഴ കാലവർഷമാണെന്ന് ചില സ്വകാര്യ ഏജൻസികൾ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. എന്നാൽ അത് സംബന്ധിച്ച് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ കാലവർഷം എത്താൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള മുന്നറിയിപ്പുകളാണ് കാലാവസ്ഥാ വകുപ്പ് പുറത്തുവിടുന്നത്. എന്തായാലും സംസ്ഥാനത്ത് 34 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി ഇതുവരെ 2054 ആളുകളാണ് ഇപ്പോൾ ഉള്ളത്. ഇതിൽ തന്നെ കൊല്ലം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. 877 ആളുകളാണ് കൊല്ലം ജില്ലയിൽ മാത്രം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും മഴ ശക്തമാവും. മെയ് 31 കൂടി കാലവർഷം എത്തുമെന്ന് നേരത്തെ തന്നെ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയതാണ്. ഇതാണ് ഇപ്പോൾ 24 മണിക്കൂറോടുകൂടി കാലവർഷം എത്തും എന്നുള്ള തരത്തിൽ അങ്ങനെ ഒരു സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. എന്തായാലും ഇന്ന് തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. ഷംന വിവരങ്ങൾ നൽകിയത്. ശക്തമായ മഴയെ തുടർന്ന് കല്ലടയാറ്റിലാകപ്പെട്ട് ഒഴുകിപ്പോയ വീട്ടമ്മ തിരികെ ജീവിതത്തിലേക്ക് എത്തിയതിന്റെ അമ്പരപ്പിലും ആശ്വാസത്തിലുമാണ് നാട്ടുകാർ. കഴിഞ്ഞ ദിവസമായിരുന്നു താഴത്തുകുളക്കട സ്വദേശിനി 61 വയസ്സുള്ള ശ്യാമളയമ്മ വീടിന് സമീപത്തുള്ള കല്ലടയാറ്റിൽ വീണത്. 10 കിലോമീറ്ററിലധികം ഒഴുകിപ്പോയ ശ്യാമളയമ്മയെ നാട്ടുകാരാണ് രക്ഷിച്ചത്. സംഭവം കല്ലടയാറ്റിൽ നിന്നും സ്ത്രീയുടെ നിലവിളി കേട്ടാണ് നാട്ടുകാർ ഓടിയെത്തിയത്. ബോധരഹിതയായി വെള്ളത്തിൽ ഒഴുകി വന്നിരുന്ന ശ്യാമളയമ്മയ്ക്ക് ബോധം വീണത് വള്ളിപ്പടർപ്പിൽ കുടുങ്ങിയതോടെയാണ്. ബോധം ലഭിച്ചത് ഉച്ചത്തിൽ നിലവിളിച്ചതാണ് രക്ഷയായത്. പുള്ളിക്കാര് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കിട്ടുമെന്ന്. കാരണം വെച്ചാൽ നല്ലതായിട്ട് റെസ്പോൺസ് ചെയ്യുന്നു ഇങ്ങോട്ട്. നമ്മൾ പറയുമ്പോൾ ഞങ്ങൾ പറഞ്ഞു പേടിക്കേണ്ട അവിടെ തന്നെ നിൽക്കണേ, എന്ത് വെച്ചാൽ ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ ഒരു നമ്മുടെ മനസ്സിനകത്തൊരു എന്തായാലും ഒരു കുറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു കിട്ടും, കുഴപ്പമൊന്നും ഇല്ല എന്ന്. അതുകൊണ്ട് നല്ല സന്തോഷം. കാരണം വെച്ചാൽ രക്ഷപ്പെടട്ടെ ജീവിതത്തിലോട്ട്. നിലയില്ലാ കയത്തിൽ നിന്നും ശ്യാമളയമ്മയെ രക്ഷിക്കുന്നത് ഏറെ ദുഷ്കരമായിരുന്നെന്ന് നാട്ടുകാർ. ഏറെ പണിപ്പെട്ടാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പുത്തൂർ പോലീസും കൊട്ടാരക്കരയിൽ നിന്നെത്തിയ ഒരു യൂണിറ്റ് ഫയർഫോഴ്സും രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേർന്നു. അത് പിടിച്ചു കിടക്കുന്നുണ്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെ ഇറങ്ങി ചെല്ലുക തന്നെ വളരെ ദുഷ്കരമായ ഒരു പ്രദേശമാണ് നമുക്ക് അവിടെ ഇങ്ങനെ. കാരണം ഇത് കിടക്കുന്ന സ്ഥലത്തെന്ന് പറയുമ്പോൾ ഏതാണ്ട് 70 അടിയോളം താഴ്ചയുണ്ട് റോഡിൽ നിന്നും നമ്മൾ ഇറങ്ങി ഈ ആറ്റിൽ ചെല്ലണമെന്നുണ്ടെങ്കിൽ. നല്ല ഒഴുക്കുണ്ട്, അടിയൊഴുക്ക് നല്ല ഭയങ്കരമായിട്ടാണ്. മുകളിലൊഴുക്കും അടിയൊഴുക്കും നല്ല രീതിയിലുണ്ട്. നമ്മൾ കയറിട്ട് കൊടുത്ത് ആ കയറിൽ അവരെ പിടിച്ചു. പിന്നെ ഒപ്പം തന്നെ ദിലീപ് എന്ന് പറഞ്ഞ ഒരു പയ്യൻ പെട്ടെന്ന് നീന്തി ചെന്ന് ഈ കയറ് പിടിച്ചു കഴിഞ്ഞപ്പോൾ അവരോട് ചെന്ന് സഹായിച്ച് പെട്ടെന്ന് ഞങ്ങൾ കരയ്ക്കെത്തിച്ചു. ചെട്ടിയാരഴികത്ത് പാലം, ഞാങ്കാവ് പാലം, കുന്നത്തൂർ പാലം എന്നീ 3 പാലവും പിന്നിട്ടാണ് ശ്യാമളയമ്മ ഒഴുകിയെത്തിയത്. ശക്തമായ മഴയെ തുടർന്ന് കല്ലടയാറ്റിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അടിയൊഴുക്കും ശക്തമാണ്. കാൽ വഴുതി ആറ്റിൽ വീണെങ്കിലും വെള്ളത്തിൽ ഉയർന്നു പൊങ്ങി ഒഴുകിയെത്തിയതിനാലാണ് ജീവൻ തിരികെ ലഭിച്ചത്. ഒരു മഴക്കാലത്തിന്റെ പേടിപ്പെടുത്തുന്ന ഓർമ്മകളുമായി ശ്യാമളയമ്മ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ന്യൂസ് 18 കൊട്ടാരക്കര. കൊച്ചിയിലെ മാലിന്യ പ്രശ്നത്തിൽ ജനങ്ങളെ കുറ്റം പറയുമെന്ന് ഹൈക്കോടതി. ടൺ കണക്കിന് മാലിന്യമാണ് പൊതുവിടങ്ങളിലേക്ക് വലിച്ചെറിയുന്നത്. മാലിന്യ സംസ്കരണത്തിന് ജനങ്ങൾ ഇങ്ങനെ എതിര് നിന്നാൽ എന്ത് ചെയ്യുമെന്നും കോടതി ചോദിച്ചു. റെസിഡൻസ് അസോസിയേഷനുകളെ കക്ഷി ചേർക്കേണ്ടി വരുമെന്നും ഹൈക്കോടതി പറഞ്ഞു. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റേതാണ് വിമർശനം. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ വീണ്ടും ആരോപണവുമായി അഡ്വക്കേറ്റ് ഷോൺ ജോർജ്. വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കിന് അബുദാബി കൊമേഴ്സ് ബാങ്കിൽ അക്കൗണ്ടുണ്ട്. ഇതിൽ നടന്ന കോടികളുടെ ഇടപാട് കരിമണൽ കടത്തും മാസപ്പടിയുമായി ബന്ധമുള്ളതാണോ എന്ന് സംശയമുണ്ട്. പണം വന്നത് ലാവ്ലിൻ, പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് തുടങ്ങിയ സംശയമുന്നിൽ നിൽക്കുന്ന കമ്പനികളിൽ നിന്നാണ്. സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങൾ പലതും ശരിയാണെന്ന് തെളിയുകയാണെന്നും ഷോൺ പറഞ്ഞു. ഇതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഷോൺ ഹൈക്കോടതിയിൽ ഉപഹർജി നൽകി. ഈ അക്കൗണ്ടിൽ വന്നിട്ടുള്ള കോടാനുകോടികളുടെ പണമിടപാടിൽ ഇവിടെ നടന്നിട്ടുള്ള കരിമണൽ കടത്തുമായും അതുപോലെ തന്നെ മാസപ്പടിയുമായും ബന്ധമുണ്ട് എന്ന് ഞാൻ ഉറച്ചു സംശയിക്കുന്നു. എസ്എൻസി ലാവലിൻ കമ്പനിയിൽ നിന്നും ഈ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെല്ലാം കേരളം ചർച്ച ചെയ്ത മറ്റൊരു വിവാദ കമ്പനിയാണ് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ്, PwC. ഈ കമ്പനിയിൽ നിന്നും വളരെ വലിയ തുക വീണയുടെ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഈ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്.
എക്സാലോജിക്കിൽ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന ആരോപണമെന്ന് വി ഡി സതീശൻ. അക്കൗണ്ട് സംബന്ധിച്ച കാര്യങ്ങൾ ഉണ്ടോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. സാധാരണ മൗനത്തിന്റെ മാളങ്ങളിൽ ഒളിക്കുന്ന പതിവുള്ള മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ മറുപടി പറയണമെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഒന്ന് വിദേശത്ത് മുഖ്യമന്ത്രിയുടെ മകൾക്കും. വീണ്ടും ഇടവേള. ഈ സീരീസ് നറുക്കെടുക്കുന്നു. ബസ്രമർത്തുവാനായി അഡ്വക്കേറ്റ് ശോഭിക റാണിയോട് അഭ്യർത്ഥിക്കുന്നു. VE സീരീസിന് സമ്മാനാർഹമായ നമ്പർ VE 565485. VE 565485. VG സീരീസ് നറുക്കെടുക്കുന്നു. വസ്ത്രമർത്തുവാനായി ശ്രീമതി സത്യവതിയോട് അഭ്യർത്ഥിക്കുന്നു. VG സീരീസിന് സമ്മാനാർഹമായ നമ്പർ VG 654490. VG 654490. അടുത്തതായി ഇന്നത്തെ വിഷു ബമ്പർ ഭാഗ്യക്കുറിയുടെ 3ാം സമ്മാനം നറുക്കെടുക്കുന്നു. 3ാം സമ്മാനമായ 10 ലക്ഷം രൂപ 6 സീരീസുകൾക്കാണ് നൽകുന്നത്. ആകെ 60 ലക്ഷം രൂപയാണ് 3ാം സമ്മാനത്തുക. വിഷു ബമ്പർ ഭാഗ്യക്കുറിയുടെ 1ാം സമ്മാനാർഹമായ VC 490987 എന്ന ടിക്കറ്റ് വിൽപ്പന നടത്തിയിട്ടുള്ളത് ആലപ്പുഴ ജില്ലയിലെ ഏജന്റായ ശ്രീ അനിൽകുമാർ, ഏജൻസി നമ്പർ A5444. ടിക്കറ്റ് വിറ്റഴിച്ച ഏജന്റിന് അഭിനന്ദനങ്ങൾ. വിഷു ബമ്പർ ഭാഗ്യക്കുറിയുടെ 1ാം സമ്മാനത്തിന് അർഹമായ നമ്പർ രാജ്യസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് തർക്കത്തിനിടെ ഉഭയകക്ഷി ചർച്ചയ്ക്ക് തയ്യാറെടുത്ത് CPM. സീറ്റ് ആവശ്യപ്പെട്ട പാർട്ടികളുമായി വെവ്വേറെ ചർച്ച നടത്താനാണ് CPM തീരുമാനം. CPI, കേരള കോൺഗ്രസ് എം, RJD, NCP എന്നീ പാർട്ടികളാണ് സീറ്റ് ആവശ്യപ്പെട്ടത്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റുകളിലാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾക്ക് സംസ്ഥാനത്ത് വിജയിക്കാൻ കഴിയുന്നത്. അതിലേക്കാണ് ഇപ്പോൾ ഇടതുമുന്നണിയിലെ പ്രധാനപ്പെട്ട പാർട്ടികളൊക്കെ അവകാശവാദവുമായി രംഗത്തുള്ളത്. CPM, CPI, കേരള കോൺഗ്രസ് എം പ്രതിനിധികളുടെ കാലാവധിയാണ് കഴിയുന്നത്. ഇതിൽ CPM തന്നെ ഒരു സീറ്റ് ഏറ്റെടുക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. മറ്റൊരു സീറ്റിലേക്കാണ് CPI, കേരള കോൺഗ്രസ് എമ്മും ശക്തമായ അവകാശവാദവുമായി രംഗത്തുള്ളത്. RJD ഞങ്ങൾക്ക് മന്ത്രിസഭയിൽ പ്രാതിനിധ്യമില്ലാത്തതുകൊണ്ട് തന്നെ രാജ്യസഭാ സീറ്റ് നൽകണമെന്ന ആവശ്യം RJD ഉന്നയിക്കുന്നത്. NCPയും ഇടതുമുന്നണി നേതൃത്വത്തോട് സീറ്റ് വേണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഏതായാലും ഒരു തർക്കമില്ലാതെ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമമാണ് CPI നേതൃത്വം നടത്തുന്നത്. അതിനുവേണ്ടിയിട്ടാണ് ഉഭയകക്ഷി ചർച്ചയിലേക്ക് CPM കടക്കുന്നത്. 6ാം തീയതി നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനുള്ള ആദ്യ ദിവസമാണ്. അന്ന് തന്നെയാണ് കേരള കോൺഗ്രസ് എമ്മിനെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുള്ളത്. മറ്റു പാർട്ടികളെയും CPM ചർച്ചയ്ക്ക് വിളിക്കും. ഇടതുമുന്നണി യോഗത്തിലാകും അന്തിമ തീരുമാനമുണ്ടാകുക. 13ാം തീയതി വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കഴിയുന്നത്. കേരള കോൺഗ്രസ് എം അവരുടെ ചെയർമാൻ ജോസ് കെ മാണിക്ക് വേണ്ടിയാണ് സീറ്റ് ആവശ്യപ്പെടുന്നത്. ക്യാബിനറ്റ് പദവി ഉള്ള ഏതെങ്കിലും ഒരു ക്യാബിനറ്റ് റാങ്കുള്ള ഏതെങ്കിലും പദവി നൽകി കേരള കോൺഗ്രസ് എമ്മിനെ അനുനയിപ്പിക്കാൻ CPM ശ്രമം തുടങ്ങിയിട്ടുണ്ട്. CPI മുതിർന്ന നേതാവ് K പ്രകാശ് ബാബുവിനെയാണ് രാജ്യസഭയിലേക്ക് അയക്കാൻ ഉദ്ദേശിക്കുന്നത്. CPM M സ്വരാജിനെ പോലുള്ള നേതാക്കളെ സഭയിലേക്ക് അയക്കാൻ ആലോചിക്കുന്നുണ്ട്. ഏതായാലും ആർക്കാണ് സീറ്റ് നൽകുക? ഒരു സീറ്റ് CPM മത്സരിക്കുമ്പോൾ മറ്റൊരു സീറ്റ് ആര് എന്നത് വലിയ തർക്കമായി മാറാതെ പ്രശ്നം പരിഹരിക്കാൻ ശ്രമമാണ് ഇടതുമുന്നണി നടത്തുന്നത്, CPM നടത്തുന്നത്. എന്നാൽ അത്ര എളുപ്പമല്ല പ്രശ്നപരിഹാരം ഈ വിഷയത്തിൽ ഇടതുമുന്നണി നേതൃത്വത്തിനും CPM-നും. രാജ്യസഭാ സീറ്റ് ആവശ്യത്തിൽ ഉറച്ചു നിൽക്കാനാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ തീരുമാനം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം നിലപാട് വ്യക്തമാക്കും. പാർട്ടി ചെയർമാൻ ഇരുന്ന പദവിയായതിനാൽ KCM-നെ സംബന്ധിച്ച് പ്രസ്റ്റീജ് വിഷയമാണ് രാജ്യസഭാ സീറ്റ്. രാജ്യസഭാ MP സ്ഥാനം കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് അഭിമാനം ഉള്ളതാണ്. പ്രത്യേകിച്ച് അവരെ സംബന്ധിച്ച് ഈ പാർട്ടി ചെയർമാന്റെ സ്ഥാനം തന്നെയാണത്. UDF-ൽ നിന്ന് LDF-ലേക്ക് വരുമ്പോൾ ഉണ്ടായിരുന്ന സ്ഥാനമാണ്. അത് ഇവിടെ എത്തിയ ശേഷം നഷ്ടപ്പെട്ടു എന്ന് വരുന്നത് അത് അണികളെ അടക്കം പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിന് അല്പം ബുദ്ധിമുട്ടുള്ള വിഷയം കൂടിയാണ്. മാത്രവുമല്ല ഇത് 6ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് ഈ ചർച്ച നടക്കുന്നത്. 4ാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം വരികയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എമ്മിന് ഒരു തിരിച്ചടി ഉണ്ടായാൽ, അതായത് തോമസ് ചാഴികാടൻ തോറ്റാൽ അതും വലിയ തിരിച്ചടികൾക്ക് കാരണമാകും. തൊട്ടു പിന്നാലെ രാജ്യസഭാ
സീറ്റ് സ്ഥാനം കൂടി നഷ്ടപ്പെട്ട ഇടതുമുന്നണിയിൽ തുടരുക എന്നത് അവരെ സംബന്ധിച്ച് എളുപ്പമാകില്ല. അതുകൊണ്ട് തന്നെ ഈ സീറ്റ് തന്നെ തങ്ങൾക്ക് വേണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കാൻ തന്നെയാണ് കേരള കോൺഗ്രസ് എമ്മിലെ ധാരണ. അതേസമയം തന്നെ ഈ വിഷയത്തിൽ ഒരു പരസ്യ പ്രതികരണത്തിനില്ല എന്ന് തന്നെയാണ് നേരത്തെയും ജോസ് കെ മാണി പ്രഖ്യാപിച്ചത്. കാരണം ഒരു പരസ്യ പ്രചരണം, ചർച്ച, വിവാദങ്ങളൊക്കെ തൊട്ടപ്പുറത്ത് ഈ സീറ്റിന് വേണ്ടി നിൽക്കുന്നത് CPM-ഉം CPI-യുമാണ്. അവരെ രണ്ടുപേരെയും ചൊടിപ്പിക്കുന്നതിന് കാരണമാകും. അത്തരത്തിലൊരു മത്സരത്തിലേക്ക് കാര്യങ്ങൾ പോയാൽ കാര്യങ്ങൾ ഒട്ടും എളുപ്പമാകില്ല എന്നും കേരള കോൺഗ്രസ് എം വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മുന്നണി ഉഭയകക്ഷി ചർച്ചയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച് നേടിയെടുക്കാനുള്ള ശ്രമമായിരിക്കും. പ്രത്യേകിച്ച് MP സ്ഥാനം നഷ്ടപ്പെട്ടാൽ 2 MP-മാരുള്ള തങ്ങൾക്ക് പിന്നീട് രാജ്യസഭയിലോ ലോക്സഭയിലോ ഒരു പ്രാതിനിധ്യം ഇല്ല എന്നതടക്കം ചൂണ്ടിക്കാട്ടാൻ കൂടിയായിരിക്കും അവരുടെ ഒരു ശ്രമം ഉണ്ടാകുക. എന്തായാലും ഈ ക്യാബിനറ്റ് പദവികൾ മറ്റെന്തെങ്കിലും ഒന്നിലേക്ക് എത്തണമെങ്കിൽ തൽക്കാലം അതിനോട് യോജിക്കാൻ അവർ തയ്യാറല്ല. അതേസമയം CPM-ഉം CPI-യും ഒരു കടുത്ത നിലപാടിൽ എത്തിയാൽ ഒരുപക്ഷെ ക്യാബിനറ്റ് പദവി എന്നതിലേക്ക് സ്വീകരിക്കാനുള്ള സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഒരു മുന്നണി മാറ്റം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപൊക്കെ മാത്രമായിരിക്കും സംഭവിക്കാൻ സാധ്യത. ഇപ്പോഴേ ഒരു മുന്നണി മാറ്റം പോലുള്ള കാര്യങ്ങളിലേക്ക് ഇതിലൂടെ കടന്നു കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ വരാനിരിക്കുന്ന ഭരണം ആരുടേത് എന്നതുപോലും ഇപ്പോൾ വിലയിരുത്താൻ കഴിയില്ല. ആ സാഹചര്യത്തിൽ അതൊരു ഗുണമാകില്ല എന്ന വിലയിരുത്തൽ തന്നെ കേരള കോൺഗ്രസ് എമ്മിലുണ്ട്. തൽക്കാലം അതുകൊണ്ട് അതായത് LDF-നൊപ്പം ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെ കേരള കോൺഗ്രസ് എം എത്തുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. KSU തെക്കൻ മേഖലാ ക്യാമ്പിലെ കൂട്ടത്തല്ലിന്റെ മുഖ്യ ഉത്തരവാദിത്തം KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിനാണെന്ന് കാണിച്ച് AICC-ക്ക് കത്ത് നൽകാനൊരുങ്ങുകയാണ് K. സുധാകരൻ. VD സതീശന്റെ വിശ്വസ്തനായ അലോഷ്യസ് സേവ്യറിനെതിരായ നീക്കം ചെറുക്കാൻ പദ്ധതി തയ്യാറാക്കുകയാണ് സതീശനും A ഗ്രൂപ്പും. അതിനിടെ KSU സംസ്ഥാന അധ്യക്ഷനെ പരസ്യമായി വിമർശിച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണന് ഭീഷണിയുമായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരുൺ രാജേന്ദ്രൻ രംഗത്തെത്തി. അനന്തകൃഷ്ണനെ ഫോണിൽ അസഭ്യം പറഞ്ഞാണ് അരുൺ രാജേന്ദ്രൻ ഭീഷണിപ്പെടുത്തിയത്. നീ കാണിച്ച പോരാ, പിന്നെ വിളിച്ച് പറഞ്ഞോണ്ട് കിടന്ന നിന്നെ വീട്ടിൽ കിടന്നുറങ്ങാൻ സമ്മതിക്കത്തില്ല കേട്ടോ. ഈ ശ്രീജിത്ത് എന്ന് പറയുന്നവൻ എന്നെ വിളിച്ചു. ശ്രീജിത്ത് എന്ന് പറഞ്ഞവനെ ആര് വിളിച്ചാലും ഈ ക്യാമ്പിനകത്ത് 70% ആളുകൾ കള്ളു കുടിച്ചിട്ട് നടക്കുന്നത് നീ കണ്ടോടാ? നീ കണ്ടോ? ക്യാമ്പിനകത്ത് 70% ആളുകൾ കള്ളു കുടിച്ചിട്ട് നടക്കുന്നത് നീ കണ്ടോന്ന് ചോദിച്ചേ? കണ്ടോ? നീ കണ്ടോ? ഈ പറഞ്ഞ സാധനം നീ കണ്ടോ? 70% നീ ചാനലിൽ പറഞ്ഞത് 70% ആളുകൾ കള്ളു കുടിച്ച് നടക്കുക. അതിനകത്ത് കള്ളു കുടിച്ചിട്ട് നടന്ന ആളുകളുടെ പേരൊന്ന് നീ പറഞ്ഞേ. നീ കാണിച്ചത് KSU ക്യാമ്പിലെ കൂട്ടത്തല്ലിന്റെ പേരിൽ നേതൃത്വത്തിനെതിരെ പോരും മുറുകി. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്ത നടപടിക്കെതിരെ അനന്തകൃഷ്ണൻ രംഗത്തെത്തി. വാർത്ത ചോർത്തിയതിനുള്ള തെളിവുകൾ ലഭിച്ചതുകൊണ്ടാണ് നടപടിയെടുത്തതെങ്കിൽ എന്താണ് ആ തെളിവുകളെന്ന് കുറഞ്ഞപക്ഷം എന്നെയെങ്കിലും ബോധ്യപ്പെടുത്താനുള്ള മര്യാദ സംസ്ഥാന പ്രസിഡന്റ് കാണിക്കണമെന്നാണ് ആവശ്യം. ക്യാമ്പിൽ നടന്ന വിവരങ്ങൾ കൈമാറിയെന്ന് സംസ്ഥാന പ്രസിഡന്റ് തെളിയിക്കാൻ കഴിഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാൻ, മറിച്ചാണെങ്കിൽ KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ എന്ത് ചെയ്യുമെന്ന് വ്യക്തമാക്കണമെന്നും അനന്തകൃഷ്ണൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 7ാം ഘട്ട വോട്ടിംഗിനുള്ള പ്രചാരണം നാളെ അവസാനിക്കും. 57 മണ്ഡലങ്ങളിലാണ് ജൂൺ 1-ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഉത്തർപ്രദേശിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസി ഉൾപ്പെടെയുള്ള 13 സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കും. പഞ്ചാബിലെയും ഹിമാചൽ പ്രദേശിലെയും എല്ലാ സീറ്റുകളിലും ഈ ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ്. നടി കങ്കണ റണൌത്ത്, കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ, അഭിഷേക് ബാനർജി, ലാലു പ്രസാദിന്റെ മകൾ മിസ ഭാരതി തുടങ്ങിയവരും ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്നുണ്ട്. Climax Counting Day, co-presented by Berger Paints, 100 years of trust. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, Lakshya,
ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. And Jain deemed to be University, Kochi. Be the change, be the future with Jain deemed to be University, Kochi. Special partner Ajmi's teammate Puttupudi. വിളമ്പാം നല്ല വിശേഷം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കന്യാകുമാരി സന്ദർശനത്തെ തുടർന്ന് കന്യാകുമാരി വിനോദസഞ്ചാര കേന്ദ്രം ഇന്നു മുതൽ പോലീസിന്റെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും പൂർണ്ണ നിയന്ത്രണത്തിൽ. വിനോദസഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. മെയ് 30-നാണ് പ്രധാനമന്ത്രി കന്യാകുമാരിയിൽ എത്തുന്നത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടി. ജാമ്യം ഒരാഴ്ച കൂടി നീട്ടണമെന്ന ആവശ്യം കോടതി തള്ളി. ഇതോടെ മദ്യനയ അഴിമതി കേസിൽ ജാമ്യത്തിലിറങ്ങിയ കെജ്രിവാൾ ജൂൺ 2-ന് തന്നെ ജയിലിൽ തിരിച്ചെത്തണം. തൃശൂരിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിൽ 9 ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി. കോർപ്പറേഷൻ പരിധിയിൽ നിന്ന് പിടികൂടിയ ഭക്ഷണം ഹോട്ടലുകളുടെ പേര് സഹിതം പ്രദർശിപ്പിച്ചു. 26 ഹോട്ടലുകളിലാണ് പരിശോധന നടത്തിയത്. അതേസമയം പെരിഞ്ഞനത്ത് ഭക്ഷ്യവിഷബാധയേറ്റ് സ്ത്രീ മരിച്ചതിന് പിന്നാലെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന ശക്തമാക്കി. തൃശൂർ പേരാമംഗലത്ത് ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിൽ യുവതി പ്രസവിച്ചു. മലപ്പുറം തിരുനാവായ സ്വദേശിനിയാണ് പ്രസവിച്ചത്. തൃശൂരിൽ നിന്ന് തൊട്ടിപ്പാലം വരെ പോകുന്ന KSRTC ബസ്സിലാണ് യുവതിയും ഭർത്താവും സഞ്ചരിച്ചിരുന്നത്. പേരാമംഗലം പിന്നിട്ടതോടെ യുവതിക്ക് പ്രസവ വേദന അനുഭവപ്പെട്ടു. തുടർന്ന് ബസ്സിൽ അമല ആശുപത്രിയിലെത്തിച്ചു. യുവതിയെ ബസ്സിൽ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റാൻ പ്രയാസം നേരിട്ടതോടെ ഡോക്ടറും നഴ്സും എത്തി. KSRTC ബസ്സിൽ വെച്ചാണ് പ്രസവം നടന്നത്. ഉടൻ അമ്മയെയും കുഞ്ഞിനെയും ആശുപത്രിയിലേക്ക് മാറ്റി. അമ്മയ്ക്കും പെൺകുഞ്ഞിനും ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ആശുപത്രി അധികൃതരും അറിയിച്ചു. വിഷു ബമ്പർ ഭാഗ്യശാലിയെ പ്രഖ്യാപിച്ചു. VC 490987 എന്ന നമ്പറിലുള്ള ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനമായ 12 കോടി ലഭിച്ചത്. ആലപ്പുഴയിലെ ഏജന്റാണ് ടിക്കറ്റ് വിറ്റത്. രണ്ടാം സമ്മാനമായി 1 കോടി വീതം 6 പേർക്ക് ലഭിക്കും. 42 ലക്ഷം ടിക്കറ്റ് അച്ചടിച്ചതിൽ 15110 ടിക്കറ്റുകൾ മാത്രമാണ് വിൽക്കാതെ ബാക്കിയായത്. ആലപ്പുഴ കൈതവനയിലെ തൃക്കാർത്തിക ഏജൻസിയിൽ നിന്ന് ചില്ലറ വിൽപ്പനക്കാരിയായ ജയ വാങ്ങി വിറ്റ ടിക്കറ്റിനാണ് സമ്മാനം ലഭിച്ചത്. വിഷു ബമ്പറിന്റെ 10 ടിക്കറ്റുകൾ മാത്രമാണ് താൻ വിറ്റതെന്നും ടിക്കറ്റ് വാങ്ങിയ ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലെന്നും പഴവീട് സ്വദേശിനിയായ ജയ ന്യൂസ് 18നോട് പറഞ്ഞു. വിഷു ബമ്പർ ടിക്കറ്റ് എന്തായാലും നറുക്കെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. ആലപ്പുഴ സ്വദേശിയായ ജയയുടെ അവർ സബ് ഏജന്റാണ്. ജയ വിറ്റ ടിക്കറ്റിനാണ് 12 കോടി അടിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ സന്തോഷത്തിലാണ് ജയയും. ആർക്കാണ് ഈ ടിക്കറ്റ് വിറ്റതെന്ന് അവർക്ക് അറിയില്ല. എന്തായാലും 10 ടിക്കറ്റുകളാണ് ജയയുടെ കയ്യിൽ നിന്ന് വിൽപ്പന നടന്നു പോയിട്ടുള്ളത്. ഈ 10ൽ ആരാണ് ഭാഗ്യവാൻ എന്നുള്ളത് എല്ലാവരും കാത്തിരിക്കുകയാണ് അല്ലെ? ചേച്ചി എന്ത് തോന്നുന്നു ഇപ്പോ? സന്തോഷം തോന്നുന്നു. എത്ര നാളായി ഈ ടിക്കറ്റ് വിൽപ്പന തുടങ്ങി? ഞാനൊരു 10-16 വർഷമായി. 10-16 വർഷമായിട്ട് ഈ വിൽപ്പന നടത്തുന്നുണ്ട്. ആദ്യമായിട്ടാണോ ഇങ്ങനെ ഒരു വലിയ സമ്മാനം ചേച്ചി വിൽക്കുന്ന ടിക്കറ്റ്? വലിയ സമ്മാനം ആദ്യമായിട്ടാണ്. ചെറിയ ചെറിയ പ്രൈസുകളൊക്കെ വീഴാറുണ്ട്. ഈ 30,000, 60,000 അങ്ങനെയുള്ള പ്രൈസുകൾ വീഴാറുണ്ട്. വലിയ പ്രൈസ് ഇതാദ്യമാണ്. എത്ര ടിക്കറ്റുകൾ ചേച്ചിയുടെ കയ്യിൽ? 10 ടിക്കറ്റുകളാണ് പോയെന്ന് പറയുന്നത്. അപ്പൊ ആലപ്പുഴക്കാരനായിരിക്കും? ആലപ്പുഴക്കാരനായിരിക്കും. ഒരു ബുക്കേ ഞാൻ വിൽക്കത്തുള്ളൂ. ആ ഒരു ബുക്കിനാണ് ഈ അടിച്ചിരിക്കുന്നത്. അൽകുമാറിന് തൃക്കാർത്തിക ഏജൻസി ആണല്ലേ എടുത്തത്? അല്ലേട്ടന്റെ കയ്യിൽ ഞാൻ ടിക്കറ്റ് തുടങ്ങിയാലും തൊട്ടല്ല, അല്ലേട്ടൻ്റെ അടുത്ത് ഇപ്പം എടുക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി. പിന്നെ അതിനു മുമ്പ് ഞാൻ ടൗണിൽ നിന്നായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾക്ക് പള്ളാത്തുരുത്തിയിലായിരുന്നു കടയൊക്കെ. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് മാറിയിട്ട് അധികം വർഷമായിട്ടില്ല. ചെറിയ കടയാണല്ലേ? അതെ അതെ, കട കണ്ടായിരുന്നു. ഇന്ന് വെള്ളമായിട്ട് അടച്ചിട്ട് പോകുന്ന മഴ ആയതുകൊണ്ട് ചേച്ചി കട തുറന്നിട്ടില്ലായിരുന്നു അല്ലേ? അടച്ച് വീട്ടിലിരിക്കുവായിരുന്നു. 9 മണിയപ്പോൾ ഞാൻ അടച്ചേച്ച് പോകുന്നു മഴ കൊണ്ട്. നമ്മളിവിടെ വരുന്ന വഴിക്ക് ആദ്യം നോക്കിയ ചേച്ചിയുടെ കടയാണ്. അപ്പൊ കട അടച്ചിട്ടിരിക്കുകയായിരുന്നു. രാവിലത്തെ മഴയിൽ അടച്ചിട്ടിരിക്കുവായിരുന്നു. നമുക്ക് ലോട്ടറി ഇട്ട് കഴിഞ്ഞാൽ നനഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാലും നഷ്ടമാണ്. പക്ഷെ ഇന്നത്തെ ലോട്ടറി ഒന്നും കയ്യിലിരിക്കുക. അതെ, എന്തായാലും വീട്ടിലൊരു ഭയങ്കര സന്തോഷാന്തരീക്ഷമായി. അതെ 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 അതെ. ആവേശം സിനിമയിലെ പോലെ വാഹനത്തിൽ സ്വിമ്മിംഗ് പൂൾ സജ്ജമാക്കി റോഡിലിറങ്ങിയ യൂട്യൂബർക്കെതിരെ RTOയുടെ നടപടി. കാറിലുണ്ടായിരുന്ന യൂട്യൂബറും ഒപ്പമുണ്ടായിരുന്ന ആളും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സേവനം നടത്തണം. റോഡ് അപകടത്തിൽ പരിക്കേറ്റവർക്കുള്ള കമ്മ്യൂണിറ്റി സർവീസാണ് നടത്തേണ്ടത്. മോട്ടോർ വാഹന വകുപ്പിന്റെ ബോധവൽക്കരണ ക്ലാസ്സിൽ പങ്കെടുക്കുകയും വേണം. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6695 രൂപ, പവന് 53,560 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 5570, പവന് 44,560 രൂപയും. വെള്ളി ഗ്രാമിന് 101 രൂപ, കിലോയ്ക്ക് 1,01,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്